മൗലിദുകളിലൊക്കെ 1260 വഫാത്തായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അധിക മൗലിദുകളിൽ ബഹുമാനപ്പെട്ടവർ ഹദർമൗത്തിലാണ് ജനിച്ചത്. ഹദർമൗത്തിലെ തെരീം എന്ന സ്ഥലത്ത്. നമ്മളെ മൗലിദിലുള്ളത് തിറിയം എന്നാണ്. അതിനുണ്ടോന്നറിയില്ല, ഞാൻ കണ്ടത് തെരീം എന്നാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ മമ്പുറത്തങ്ങൾക്ക് ലെറ്റർ എഴുതുന്നുണ്ട്. തുക്കുടി സാഹിബിന്റെ ദുൽമിൽപ്പെട്ട് ഞാനിവിടെ ജയിലിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് إلى حضرة العلي شيخي ومرشدي كريمي دار الحضرمي الشريف من خلافة خير العالمين محمد له في തിരൂരങ്ങാടി في أرض منبرا يعلم ديار مقام ومسجدي فصيرني بالحبس صاحب تكدي على ظلمني بوسى സങ്കടപ്പെട്ടുകൊണ്ട് മമ്പുറങ്ങൾക്ക് എന്നകത്താണ് നീബു സാഹിബിന്റെ ദുൽമും അക്രമം കൊണ്ട് ഞാനിതാ ജയിലിലെത്തിയിരിക്കുന്നു. എന്റെ കയ്യിലൊരു ചിറ്റാങ്കത്തി കൂടി ഉണ്ടായില്ല, അല്ലെങ്കിൽ അറിയുന്നവർക്ക് ഇതിന്റെ കോലം ഒരു പറയാം. എന്റെ അർത്ഥം ഇവിടെ കത്തുണ്ടാക്കാൻ നല്ലട്ടോ. ദുൽമ നിലക്കാവുമ്പോൾ ചില ചിറ്റാങ്കത്തിക്ക് ഉപയോഗിക്കേണ്ടി വന്നാലോ. نفوس الورى لله فالله خلقها فموت سبيل الله خير لمهتدين. ആ കൂട്ടത്തിൽ പറഞ്ഞു കാണാം തെരീമിയുദാരിൽ. താൻ ജനിച്ച് മഹാനായ മമ്പുറങ്ങൾ ജനിച്ചത് തെരീമിലാണ്. അവിടെ തെരിയമീന്ന് പാടാൻ കഴിയില്ല, അത് ഒതിനക്കുകയില്ല. അപ്പൊ ചെറുറാത്തു സാഹിബിനുണ്ട് തെരീം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കരീം എന്നതിന് എങ്ങനെയാണോ വായിക്കണത് അങ്ങനെ വായിക്കണം. അപ്പൊ വായിക്കണം എങ്ങനെ വായിക്കണം? കരീം എന്നത് വായിക്കുന്നത് തെരീം എന്ന് വായിക്കേണ്ടി വരും. പിന്നെ കുറിയമീന്ന് വായിക്കട്ടെ, അങ്ങനെ വായിക്കും. കരീമിനാണ് അവിടെ തന്നെ ഉറപ്പൊന്നുമില്ല. അവിടെ കുറിയമീന്ന് വായിച്ചാവും. കുറിയമീന്നത് വായിച്ചത് ഇന്ന മൂല്യന്മാർക്ക് സാധിക്കും തോന്നുന്നില്ല. ഞാൻ ഒന്നോ രണ്ടോ മൂല്യന്മാർക്ക് ശ്രദ്ധിക്കുന്ന നിൽക്കാ പറയുന്നത്. നാടന്മാർക്ക് വലിയ ഉപകാരം ഉണ്ടാവില്ല. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ബഹുമാനപ്പെട്ടവർ ഹദർമൗത്തിലെ തെരീം എന്ന നാട്ടിലാണ്. തെരീമിനെ സംബന്ധിച്ചും ഹദർമൗത്തിനെ സംബന്ധിച്ചും അയിമത്തൊക്കെ എത്രയോ ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് സഹോദരന്മാരെ. ഹദർമൗത്ത് നമ്മൾ പറയല് മുറപ്പാപ്പന്റെ മലയാളപ്പാട്ടിൽ കാണാം. ഹദർമൗത്ത് അല്ലെങ്കിൽ ഹദർമൗത്ത് വാദിന് സുക്കൂന് കൊണ്ടല്ല പറയണം, അങ്ങനെ അല്ലാതെ ഇല്ല എന്ന് ബുഖാരിയുടെ ചടങ്ങിലൊക്കെ കാണാം. വാതിന് സുക്കൂനേ ഉള്ളൂ. അത് ഹളറ എന്നാണ് അറബി പദത്തിൽ ആദ്യകാലം. പിന്നീട് അത് അലമായി വന്നതിന് ശേഷം സുക്കൂൻ തഹ്ഫീഫിന് വേണ്ടി ചെയ്തു എന്ന് മുഹമ്മദ് അബീബക്കർ സിദ്ദീഖ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ പറയുന്നത് ഹദ്റമൗത്ത് അല്ലെങ്കിൽ ഹദ്റമൗത്ത്. ഒരാളുടെ പേരാണ് ഇത് ഹദ്റമൗത്ത്. അയാളെ പേര് അങ്ങനെ വരാനുള്ള കാരണം സാബത്ത് കർമ്മം പോലെ മരണം വന്നു എന്നാണ് ഇതിനർത്ഥം. അഥവാ മൂപ്പര് യുദ്ധത്തിന് വന്ന ശത്രുക്കൾക്ക് മരണം അവിടെ ഉറപ്പാണ്. മൂപ്പര് ശത്രുവിന് മുമ്പിൽ വന്ന ഹദ്റമൗത്തുഹു, അതിന് മരണം അവിടെ വന്നുന്ന ഒരു മൂപ്പരെ പേരെന്നെ ഹദ്റമൗത്ത് നായിന. അതല്ല സാലിഹ് നബി അലൈഹി ഇസ്ലാം അവിടെ വന്നു, അവര് വന്ന അവിടുന്നാണ് വഫാത്തായത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹൂദ് നബി, അതുകൊണ്ട് ഹദ്റമൗത്തുഹു മിൻ ഇൻദിഹി, അവിടുന്ന് മരണം വന്നുപോയി എന്ന് പല അഭിപ്രായങ്ങളോട് ഇരിക്കട്ടെ. വലിയ പണ്ഡിതന്മാരുടെ സൂഫിയാക്കളുടെ നാടാണ് ഹദ്റമൗത്ത്. 10 വക്ത് അധികാരമുള്ള 300ഓളം പണ്ഡിതന്മാർ ഒരു ജുമുഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. ഓരോ ജുമുഅക്കും എന്ന അയിമത്ത് എഴുതി വച്ചിരിക്കുന്നു. മലബാറിലെ പണ്ഡിതന്മാരുടെ എത്രയോ ഉസ്താദുമാർ യമനിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഹദ്റമൗത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബസ്സാർ എന്ന് പറയുന്ന ശ്മശാനം 10,000-കണക്കിന് ഔലിയാക്കളുടെ മഖബറയുള്ളതാണ്. ഹദ്റമൗത്ത് വലിയ ബറക്കത്തുള്ള നാടാണ്. യമൻ പൂർണ്ണ മധു പറഞ്ഞ നാടാണ്. അൽ ഈമാൻ യമാനിയുൻ വൽ ഹിക്മത്ത് യമാനിയത്തുൻ. ഈമാൻ യമാനിയാണ്, യമനിൽ നിന്ന് വരുന്ന വിശ്വാസങ്ങളാണ് കറക്റ്റ് വിശ്വാസങ്ങൾ. യമൻകാർ പ്രചരിപ്പിക്കുന്നതായ വിശ്വാസങ്ങളാണ് കറക്റ്റ് വിശ്വാസങ്ങൾ. യമൻകാർ സ്വീകരിക്കുന്ന ഫിഖ്ഹ് മസ്അലകളാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് റസൂലുള്ളാഹി സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മലബാറിലെ യമൻകാരുടെ നേതൃത്വമാണ് കിട്ടിയിട്ടുള്ളത്. യമനിൽ നിന്ന് വന്നവരുടെ നേതൃത്വമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞ ഈ ഹദീസിന്റെ ഉള്ളിൽ മലബാറുകാർ പെടുന്നു. അന്തിരം ഏളും കടന്തി ബന്ധനേതി കൊത്ത് അമ്പുടെ 33-ാം ഇമ്പമോനായിരത്തെ. അന്തിരം 7 കടന്ന് മലയിൽ കാണാം. അന്തിരം ആകാശം 7. അന്തിരം 7 കടന്ന് ബന്ധനേതി കൊത്ത്
ഏകാശം കടന്നു വന്ന റസൂലുള്ളാഹി നിങ്ങൾക്ക് ഒത്ത കുട്ടി വന്നനേബിക്കൊത്ത് അമ്പുടെ 33 ഇമ്പമോനായി വെച്ചേ. അവിടുത്തെ 33ാമത്തെ പേരക്കുട്ടിയാണ് മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ സിൽസിലൊന്നും ഇവിടെ വായിക്കാൻ കഴിയില്ല. ഉമ്മ പരമ്പരയിൽ ജിഫ്രിയാണ്, ഉപ്പ പരമ്പരയിൽ അലവിയ. മോനതായി ഹാമർ മൗതിൽ താനവല്ലിട്ട് മോശരിൽ ചെയ്തലേവി സൂക്ഷനാമം ചേർത്ത്. മോനതായി ഹമർ മൗത്തിൽ താനവല്ലിട്ട് ഹമർ മൗത്തിലാണ് ജനിച്ചത്. മോശരിൽ മഹാനവറുകളിൽ സയ്യിദ് അലി എന്ന സൂക്ഷ്മനാമം, വളരെ സൂക്ഷിച്ച നാമം, വളരെ നല്ല നാമം ചേർത്ത് പേര് വെച്ചു. ഊനമില്ലാതൊർഷബിയെ ദാനകാലോ മെത്തേ ഉമ്മ ഫാത്തിമയുമ്പാണു ഹമ്മദറുമാരിത്തേ. ഊനമില്ലാത്തവർ, ഒരു മോശവുമില്ലാത്ത ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ സ്വബിയ ദാനകാലമത്തെ കുട്ടിയാകുമ്പോൾ തന്നെ ഉമ്മ ഫാത്തിമയുമ്പാണു ഹമ്മദറുമാരിത്തേ. ഫാത്തിമ എന്ന ഉമ്മയും മുഹമ്മദ് എന്ന് പറയുന്ന ഉപ്പയും മരിച്ചു. അലവി കുടുംബത്തിലെ മുഹമ്മദ്, ഫാത്തിമ എന്നവർ ജിഫ്രി കുടുംബത്തിലുള്ളവരാണ്. ബഹുമാനപ്പെട്ട നമ്മളെ ഹദ്ദാദിലൊക്കെ പറയുന്ന ഫഖീഹുൽ മുഖദ്ദം, യമനിലെ അറിയപ്പെടുന്ന മഖബറയിലെ ഏറ്റവും വലിയ മദാറായ, സലീമിലെ ഏറ്റവും വലിയ മദാറായ ഫഖീഹുൽ മുഖദ്ദം, മഹാനവരുടെ കറാമത്തുകൾ കൊണ്ട് മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. ഫഖീഹുൽ മുഖദ്ദമിന്റെ 4ാം പേരമകനായ സയ്യിദ് അബൂബക്കർ എന്ന് പറയുന്നവർക്ക് ജുഫർ എന്നൊരു പേരുണ്ടായിരുന്നു. ഞാൻ കണ്ടത് ജുഫ്രി എന്നാണ്. ജിഫ്രി ഉസ്താദ്മാരെ കണ്ടിരുന്ന അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് ജി എന്ന്, ജീമിന് കെസറായിട്ടാണ് പറയാറുള്ളത്. ജുഫർ എന്നാണ് നമ്മൾ കിതാബ് നോക്കിയിട്ടൊക്കെ മനസ്സിലായത്. ജിഫ്രി, ജുഫർ എന്നൊരു പേര് അവർക്കുണ്ടായിരുന്നു. ഇവിടെ ഒരു ജഫർ ഒരു വർത്താനുണ്ടല്ലോ അല്ലേ, തെരീകത്തേക്ക് എന്താണ് ജഫറോ? ജഫറും ഏതൊരു കിതാബ്, റാനിക്കൽ കിതാബ് അല്ലേ? അതിരിക്കട്ടെ. അപ്പൊ ജഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഖദ്ദമിന്റെ 4ാം പേരമകനായ അബൂബക്കർ എന്നവർ ജുഫർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. എങ്കിൽ പറഞ്ഞത് ജിഫർ. ആ ജുഫർ എന്ന് പറയുന്നവർ ആ പേരിൽ പിന്നെ അവരുടെ മക്കളിൽ ജനിച്ചു വന്നവർക്കൊക്കെ ജുഫ്രി അല്ലെങ്കിൽ ജിഫ്രി എന്ന പേര് വന്നു. അങ്ങനെയാണ് അവർ ഈ ജിഫ്രി ഖബീലയാകുന്നത്. ഈ അബൂബക്കർ തങ്ങളുടെ മക്കളിൽ വരുന്നതോട് ജിഫ്രിയാവുന്നു. ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചു, ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചു. പിന്നെ ഇളം യാനരും വളർത്തേ സുമ്മതസ്സും തത്തുണ്ടിൽ സമ്മതം ചോദിത്തേ. താനരെ മഹാനവറുകളെ പിന്നെ ഇളം തായി, പിന്നെ എളാമ വളർത്തി. എളാമയുടെ പേര് നമ്മൾ കണ്ടിട്ടില്ല. എളാമ വളർത്തി. വളർത്തി എന്ന് പറഞ്ഞാൽ യമനിലുള്ള അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ ഫിഖ് പഠിച്ചു. ചെറുപ്പത്തിലെ ഖുർആൻ കാണാതെ പഠിച്ചു. ഹാഫിളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ. ഹദീസ് ശരിക്ക് പഠിച്ചു, ശാഫിഈ മദ്ഹബ് ശരിക്ക് പഠിച്ചു, അശ്അരി തരീഖത്ത് ശരിക്ക് പഠിച്ചു, സൂഫിയ തരീഖത്തിൽ, ഖാദിരിയ, അലവിയ തരീഖത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് മഹാനവൽക്കുണ്ടായിരുന്നു. ഫത്വക്കധികാരമുള്ള പണ്ഡിതനായിരുന്നു മഹാനവറുകൾ. വലിയ ഗായകനായിരുന്നു സയ്യിദ് നബി തങ്ങളവറുകൾ. അവരുടെ വലിയപ്പയുടെ ഹദ്ദാദ് ഇവിടൊക്കെ പ്രചരിക്കാനുള്ള കാരണം ഇവരൊക്കെ നേതൃത്വം കൊടുത്തതുകൊണ്ടാണ്. ഹദ്ദാദ് റാത്തിബ് ചെല്ലുന്നത് വലിയ ബർക്കത്തുള്ളത് ഉണ്ടാക്കുന്ന വിഷയമാണ്. ഈമാൻ പിഴക്കൂലാണ്. അതുപോലെ ഹദ്ദാദ് ഞങ്ങൾ പറഞ്ഞു, മോനെ ഹദീസുകളിൽ നിന്ന് ഞാൻ കണ്ടെടുത്തതായ ദിക്ർ നീ പതിവാക്കിയാൽ നിനക്ക് സൂൽ ഖാത്തിമയില്ല. ഹദ്ദാദ് പതിവാക്കുന്നവൻ ഈമാൻ തെറ്റി മരിക്കുകയില്ല.
അൽഹംദുലില്ലാ. സഹോദരന്മാരെ, ഞങ്ങളുടെ ഉസ്താദുമാർ, വൈലത്തൂർ ഉസ്താദ്, ഓക്കെ ഉസ്താദ്, സുലൈമാൻ ഉസ്താദ്, ഇവരാരും ഹദ്ദാദ് ചെല്ലാത്തൊരു രാത്രിയും ഉണ്ടായിട്ടില്ല. ഇശാസ്കരിച്ച് ഉടനെ ചൊല്ലും. അല്ലാഹുവിന്റെ ദാതങ്ങൾ പറയുന്നു, ഈ രാത്രിയോ പകലോ എപ്പോഴെങ്കിലും ചൊല്ലിക്കോ. പക്ഷേ ത്വരീത്തിൽ അധിക പേരും അത് ചെയ്തു പോരുന്നത് ഉപദേശിച്ചതും ഇശാസ്കരിച്ച ഉടനെയാണ്. അഹ്മദ് സാലിയാത്തി പറയുന്നു, റമളാനിലാണെങ്കിലും ഇശാന്റെ ശേഷം നീ അത് ചൊല്ലണം. മമതാജി ബാബ ഇശാസ്കരിച്ച ഉടനെ. ഈശാന് മുമ്പായാലും തർക്കടൊന്നുമില്ല. എവിടെങ്കിലും പള്ളിക്കുണ്ടെങ്കിൽ ഇറക്കൂട്ടിയിട്ട് പിന്നെ കൂടി ഇല്ലാതാക്കണ്ട ദയവേത്. പകലെങ്കിലും ചെല്ലാൻ മതി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിന്റെ പറഞ്ഞിട്ടുണ്ട്. വലിയ മഹാനല്ലേ അബ്ദുല്ലാഹിന്റെ അതൊന്നും ഇപ്പൊ പറയേണ്ട ഇതില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിന്റെ തങ്ങളുടെ ദിക്ർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച് തങ്ങളെപ്പോലുള്ളവരെ കൊണ്ടാണ്. മഹാനവർകൾ ഇങ്ങനെ ഖുർആനിലാക്കി വലിയ പണ്ഡിതനായി 17 വയസ്സാകുമ്പോഴേക്കും വലിയ ആലിമായിരിക്കുന്നു. പിന്നെ 17-ാം വയസ്സിൽ സമ്മതം ചോദിച്ചു അളാമയോടും കുടുംബത്തോടും. എന്നിട്ട് എത്തിനമ്പൂരത്തെ മലബാറിലേക്ക് വന്നു. മലബാറിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്, അത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദ്യമായിട്ട് മലബാറിൽ വന്ന സയ്യിദന്മാരെ സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ടില്ല. കുറേ സയ്യിദന്മാർ വന്നിട്ടുണ്ട്. കൊയിലാണ്ടി ഹമീദ് തങ്ങൾ, മറ്റു പല സയ്യിദന്മാരും പല ഭാഗത്തും വന്ന് അല്ലാഹുവിന്റെ കുല്ലികാരം വന്നിട്ടുണ്ട്. സുന്നത്തിയമാഅത്തിന്റെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ റസൂലുള്ളാഹിയോട് ഇശാറത്ത് കൊണ്ടല്ലാതെ പ്രചരണങ്ങൾ നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി തങ്ങൾ വലിയ പണ്ഡിതനാണ്, മറുപടി തങ്ങളുടെ ശിഷ്യനാണ്. മഹാനവറുകൾ അതാ തന്റെ ഉപ്പ മരിച്ചു, തന്റെ ഉമ്മയെ ജുബ്ബായി എന്ന് പറയുന്ന ഒരു ബിദ്അത്തുകാരൻ കല്യാണം ചെയ്തു. ഉമ്മയെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് ഈ പണ്ഡിതനായ അബുൽ ഹസൻ തങ്ങൾ ചെല്ലുമ്പോൾ ഉമ്മയുടെ ഭർത്താവെന്ന നിലയ്ക്ക് ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും. നിൽക്കുമ്പോൾ സുന്നിയായ അബുൽ ഹസൻ തങ്ങളും ജുബ്ബായും കൂടെ ഇടക്കിടക്ക് സംസാരങ്ങൾ ഉണ്ടായിരിക്കും. ബുദ്ധിമാനിയും തർക്കശാസ്ത്രത്തിൽ ഉയർന്നവനുമായ ജുബ്ബായുമായി സംസാരിച്ച് അബുൽ ഹസൻ തങ്ങളുടെ സുന്നി സ്പിരിറ്റ് കുറച്ച് കുറഞ്ഞുപോയി. ഒരു 2-3 മാസം കുറഞ്ഞുപോയി. മഹാനായ അബുൽ ഹസൻ തങ്ങൾ വ്യക്തമായിട്ട് ജന്നല പ്രസംഗത്തിൽ ഇറങ്ങിയിരുന്ന അബുൽ ഹസൻ തങ്ങൾ ഇറങ്ങുന്നില്ല. ഈ അവസ്ഥ വന്നപ്പോൾ അടുത്ത റമളാനിൽ അബുൽ ഹസൻ തങ്ങൾ ഉറക്കത്തിൽ കാണുന്നു റസൂലല്ലാഹ്, നബി തങ്ങളെ കാണുന്നു. റസൂൽ എന്ന് പറയുന്ന അബുൽ ഹസൻ, നീ ഇതിൽ നിന്ന് മാറി സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ പ്രവർത്തകനായി മാറണം. അബുൽ ഹസൻ തങ്ങളോട് റമളാനിൽ 3 പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ വന്ന് പറയുന്നു. അതോടുകൂടെ ആദ്യത്തേക്കാൾ 10 മടങ്ങ് സ്പിരിറ്റോടുകൂടെ ബസറായിലും മറ്റും വന്ന് ചേതി കെട്ടിക്കൊണ്ട് അതാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തേക്ക് അബുൽ ഹസൻ തങ്ങൾ വരുന്നു. ഇതാണ് അശ്അരി ത്വരീഖത്ത്. ഏത് നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഇശാറത്ത് കൊടുക്കുന്നത് റസൂലുള്ളാഹി തങ്ങളാണ്. വ്യക്തമായി ഓരോന്നിനും പറയാൻ കഴിയും. നമ്മുടെ ഉസ്താദുമാർക്ക് ഇശാറത്ത് കൊടുക്കുന്നത്, നമുക്കിടെ നേതൃത്വത്തിൽ ഇശാറത്ത് കൊടുക്കുന്നത് റസൂലുള്ളാഹി തങ്ങളാണ്, മഹാന്മാരിലൂടെയാണ്. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ പറയാൻ ചെയ്യില്ലാത്തത് ഞാൻ പറയുന്നില്ല. മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹുവിന്റെ ദീന് റസൂലുള്ളാഹി ഇശാറത്തിലൂടെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ടവർ ഹസൻ ജിഫിരി തങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ ജിഫിരി കുടുംബത്തിൽ വന്നതെന്നാണ് എന്റെ അറിവ്. ഹസൻ ജിഫിരി അല്ല, ഷെയ്ഖ് ജിഫിരി, ഹസൻ ജിഫിരി ഇവർ കോഴിക്കോട് കപ്പലിറങ്ങി. ഇന്ന് ജിഫിരി ഹൗസിൽ അവിടുത്തെ മക്ബറയിൽ കിടക്കുന്ന ഷെയ്ഖ് ജിഫിരി, അവിടെ മക്കളും അവിടെയുണ്ട്. അള്ളാഹുവിനൊക്കെ ബറക്കത്തും നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. അവിടെ മരുമക്കത്തായമാണ്. അത് പെൺകുട്ടികൾക്ക് അവകാശം എഴുതി വെച്ച് വഖഫ് ചെയ്ത ശൈലിയാണ്. അതുകൊണ്ട് തന്നെ മർക്കസ് സഖാവത്ത് സുന്നിയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദ് ഫമിൽ ജിഫിരിയാണ് ഇന്നതിന്റെ നേതൃത്വമുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി സമൂദിരി രാജാവിന്റെ മുഫ്തിയായിരുന്നു. അഥവാ മുസ്ലിമായ രാജാവിന്റെ പ്രജകൾ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങളായിരുന്നു ഹംറമി അൽ-യമനി.
കരീമുകാരാണ് അവർ. മമ്പുറം തങ്ങളുടെ ഉമ്മയുടെ സഹോദരൻ കൻസുൽ ബറാഹി ഇഷ്ടംപോലെ കിതാബുകൾ താൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അൽ ഇർഷാദാത്തുൽ ദിഫ്രിയ പ്രസിദ്ധമാണ്. ഇർഷാദാത്തുൽ ദിഫ്രിയൊക്കെ വായിച്ചാൽ മമ്പുറം തങ്ങൾ പാപ്പാന്റെ വിശ്വാസവും അവരെ റൂട്ടും ഏതാണെന്നൊക്കെ മനസ്സിലാവും. ബാലവി ത്വരീഖിന്റെ ശൈഖായിരുന്നു മമ്പുറം തങ്ങൾ. ബാലവി ത്വരീഖ് നമ്മുടെ നാടിൽ നമ്മുടെ ഉസ്താദുമാരുടെ കയ്യിലൊക്കെയുണ്ട്. വലിയ ഉസ്താദ് ബാലവിയാണ്, സുലൈമാൻ ഉസ്താദ് ബാലവിയാണ്. ത്വരീഖത്തില്ല ഉസ്താദുമാർക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഉസ്താദുമാർക്കല്ലാതെ ആർക്കാ ത്വരീഖത്തുണ്ട്? 18ഓളം ത്വരീഖത്തുണ്ട് ഏതി ഉസ്താദ്. അവരൊക്കെ അതിന്റെ ആളുകളാണ്. പക്ഷെ ഇങ്ങനെ ഈ കച്ചവടക്കാരെല്ലാം ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായി പറയേണ്ട വിഷയമാണ്. ബാലവി ത്വരീഖിന്റെ ശൈഖും അതിന്റെ ഖിലാഫത്തുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദീൻ. നമ്മുടെ ഉസ്താദൊക്കെ കുട്ടി മുസ്ലിയാർ അല്ലാഹു ഖബർ സ്വർഗ്ഗമാക്കട്ടെ. ഈ ഹൗസിനിയുടെ സമ്മേളനം വരുന്നുണ്ട്. നമ്മളൊക്കെ അതിന് വേണ്ടത് നാടുകളിൽ ചെയ്യണം, പ്രചരണങ്ങൾ നടത്തണം, നമ്മളൊക്കെ അതിൽ പങ്കെടുക്കണം. അല്ലാഹു വളരെ നല്ല രൂപത്തിൽ അത് നടത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉസ്താദ് ബാലവി ത്വരീഖിന്റെ ശൈഖായിരുന്നു. ഉസ്താദ് അത് വാങ്ങിയത് ചെറിയ മണ്ണം പിന്നിപ്പോക്കറിയ മുസ്ലിയാർ തങ്ങൾ മഹാനവരുടെ കയ്യിൽ നിന്നാണ്. മഹാനവകൾ വലിയ കറാമത്തുള്ളവരാണ്. അതിലേക്കൊന്നും ഞാൻ കറക്കുന്നില്ല. ബഹുമാനപ്പെട്ട കടലുണ്ടി വിസ്തുപോയ തങ്ങളുടെ പാപ്പ ബാലവി ത്വരീഖിന്റെ ഇജാസത്തും അത് കൊടുക്കാൻ അവകാശമുള്ളവരാണ്. കൊടുക്കുന്നവരാണ്. അവരൊക്കെ അവരെ സിൽസില മമ്പുറന്തങ്ങളിലൂടെയാണ് എത്തുന്നത്. എന്റെ കയ്യിൽ ആ സിൽസിലയുണ്ട്. നമ്മളങ്ങ് വായിച്ചാൽ അവസാനം അതിന്റെ ഇടയിൽ മമ്പുറന്തങ്ങൾ പാപ്പാനെ കൊണ്ടെത്തുന്നതായി കാണാം. നമ്മുടെ സിൽസിലയാണ് മമ്പുറന്തങ്ങൾ. നമ്മൾ സയ്യിദല്ലെങ്കിലും എന്നതിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, മഹാന്മാരുടെ സിൽസിലയിൽ നമ്മൾ പെടാൻ വേണ്ടി നോക്കണം. എവിടെങ്കിലും പോയി വാങ്ങണ്ട, നമ്മുടെ ഉസ്താദുമാരെ പോയാൽ മതി. അതിന്റെ ദിക്റുകളാണ് അവരുടെ കയ്യിലുള്ളത്. അതിന്റെ ത്വരീഖിന്റെ റൂട്ടുകളൊക്കെ കിതാബുകളിൽ നോക്കിയും അവർ പറയുന്ന റൂട്ടുകൾ പഠിച്ച് നമ്മൾ അമൽ ചെയ്യണം. ബാലവി ത്വരീഖിന്റെ ഇജാസത്തുള്ള ഒരു സയ്യിദാണ് എനിക്ക് പരിചയമുള്ളവരാണ്. അവർ നാട്ടിലൊരു സുന്നത്തമായത്തിന്റെ പ്രവർത്തനത്തിനിറങ്ങി. അദ്ദേഹം ഇറങ്ങിയ ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു പ്രകടനമായിരുന്നു. പ്രകോപനം ഉണ്ടാക്കുന്ന പ്രകടനമല്ല. അങ്ങാടിയിൽ വെച്ച് തന്റെ കൈ പിടിച്ചു വെച്ചു. മഹാനവറുകളെ കൈ പിടിച്ച് വിഷമിപ്പിച്ച് ആ പരിപാടി തടുത്തപ്പോൾ മനം നൊന്ത് വേദനിച്ച് ആ സയ്യിദ് മമ്പുറം തങ്ങളുടെ മഖബറയിൽ വന്നു. എന്തുണ്ടായി? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സയ്യിദാണ് മമ്പുറം തങ്ങളുടെ മഖബറയിൽ വന്നിട്ട് ബാലവി സിൽസില അങ്ങ് വായിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ലാസ്റ്റിലാണ് ഈ തങ്ങളുടെ പേരുള്ളത്. അതങ്ങ് വായിച്ചിട്ട് അതാ യാസീൻ ഓതിയിട്ടുള്ളത് ആരിയിട്ടില്ല. ഉപ്പാപ്പന്റെ അരികിൽ വന്നങ്ങ് വായിച്ചിട്ട് ലാസ്റ്റിലേക്ക് തന്റെ പേരും അങ്ങ് വായിച്ചിട്ട് പറയുന്നു, എനിക്ക് ഈ സിൽസിലയിൽ ഒരു അംഗത്വം നിങ്ങൾ തന്നിട്ടില്ലേ, എന്നെയാണല്ലോ അവർ ഇത്ര വേദനിപ്പിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അങ്ങാടിൽ വെച്ച് തങ്ങളെ വശടാക്കിയവന്റെ കൈയും കാലും കുഴഞ്ഞു പോയി. ബഹുമാനപ്പെട്ട ലത്തീഫ് ഉസ്താദിനോട് പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മമ്പുറത്തെ ബാബാലയത്തിൽ മുറ്റത്ത് കിടത്തിയ ആ പ്രശ്നം തീരും. അടുത്തെന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ് സഹോദരന്മാരെ. സ്നേഹിക്കണം, ആ സിൽസിലയിൽ പെടണം. അല്ലാഹു തആല പെടുത്തി തരുമാറാകട്ടെ. സത്യനിൽ മികച്ച വലിയെറിയത്തി മമ്പൂറത്തെ തമനർ ഹാസൻ മാമനാറാടുത്തേ ഹസൻ ജിഫിരിയും കോഴിക്കോട് ഇറങ്ങി. അവിടെ നിന്ന് അവർ ദീനീ പ്രവർത്തനങ്ങൾ ചെയ്തു. ഹസൻ ജിഫിരി തങ്ങൾ പൊന്നാനിയിലേക്ക് പോയി. ചരിത്രകാരന്മാർ മുഴുവനും അങ്ങനെയാണ് പറയുന്നത്. ഷെയ്ഖ് ജിഫ്രി സാമൂഹിയുടെ മുക്തിയായിരുന്നു. വലിയ കറാമത്തുള്ളവരാണ്, വലിയ മഹാനാണ്. അവരെ കറാമത്തിൽ മാത്രം ഗ്രന്ഥങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അൽ കൗകബ് ദിരി പോലുള്ളതൊക്കെ അതിൽ പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രിയിൽ നിന്ന് ഇഷ്ടംപോലെ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതാ നടക്കാത്ത നമ്മുടെ നാട്ടിലൊക്കെ സാധനങ്ങൾ ഇറക്കി വെച്ചിരുന്ന പഴയ കാലത്തുണ്ടായിരുന്ന അത്താണി. ഈ അത്താണിയെ ഒരാളെ അതിന് മുകളിൽ കയറ്റിയിട്ട് അടിച്ചുകൊണ്ട് ഇന്നവനെ സ്വീകരിക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളെ പറഞ്ഞതുകൊണ്ട് ഒരു കുതിരയെ പോലെ അത്താണി ചാടിപ്പോയി എന്ന് ചരിത്രത്തിൽ കാണാം.
കുറെ സംഭവങ്ങൾ ശൈഖുദ്ദീനിയുടെ കയ്യിൽ നിന്നായിട്ടുണ്ട്. അവിടെ ചെന്നാൽ അവിടെ മക്ബറയുടെ മുമ്പിൽ ഇപ്പോഴും ഒരു കട്ടിൽ കാണാം. ആ കട്ടിലിന്റെ അരികിലും ഇരിക്കുക. എന്റെ കൈ കൊണ്ടിന്റെ അടിയിലൊന്ന് ചെറിയ നിലക്കൊന്ന് തൊട്ടു നോക്കിയാൽ കൈ പിടിച്ചു പോകും. എന്താ വിഷയം? ബഹുമാനപ്പെട്ട ശൈഖുദ്ദീനി ഫത്വ കൊടുക്കുമ്പോൾ തന്റെ മശായിഖ് അബ്ദുല്ലാഹി ഹദ്ദാദ് അടക്കമുള്ള മശായിഖിന്റെ ആത്മീയമായ ശിക്ഷണം കൊണ്ട് അതാ ആ ഭാഗത്തുനിന്ന് തീപ്പൊരിങ്ങനെ പാറുന്നു. പൈസ കണ്ട് ഫത്വ കൊടുക്കരുതേ, ആളെ നോക്കി ഫത്വ കൊടുക്കരുതേ, നരകത്തിലിതാ കടക്കാൻ പോകുന്നു എന്ന സൂചനയായി തന്റെ ശിക്ഷനെ നിയന്ത്രിച്ചിരുന്ന തീപ്പൊരി പാറിയിരുന്ന കട്ടില് ഇന്നും അതിന്റെ അടിഭാഗം കരിഞ്ഞ് അവിടെ കിടക്കുന്നതായി കാണാം. കറാമത്തല്ലേ സഹോദരന്മാര്? വലിയ മഹാനാണ് ശൈഖുദ്ദീനി. മഹാനവറുകൾ തന്റെ അനുജൻ ഹസൻ ജിഫ്രി തങ്ങൾ പൊന്നാനിയിൽ പോയി ശൈഖുദ്ദീനിയുടെ കിതാബാണ് ഇർശാദാത്തുൽ ജിഫ്രിയ. മൊയ്‌ലിയമാരൊക്കെ ഒരു കോപ്പി വാങ്ങി അത് നോക്കണം. ഇവിടെ നിൽക്കണമെന്നില്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാരിയാത്ത് ഇതിനൊരു വിശദീകരണം വേണ്ടിയിട്ടുണ്ട്. നിർബന്ധമായി നമ്മളൊക്കെ നോക്കണം. നമ്മളൊക്കെ തീവ്രവാദികളാണെന്ന് അതിലൊരു പറയല്. ഇങ്ങനെ ഒരു സുന്നി ഇതൊന്നും ബാക്കിട്ട ആൾക്കാരില്ല. മമ്പർ നിങ്ങൾ പാപ്പാന്റെ ആൾക്കാരാണോ എന്ന ഈ സുന്നീതമാണ് നമുക്ക് പറയാനുള്ളത്. എന്താ ശൈഖുദ്ദീനിയുടെ ഒന്ന് രണ്ട് പേര് ഞാൻ പറഞ്ഞു. ജിഫ്രിയുടെ വരിയിലുള്ള രണ്ട് വരികളാണ് ഞാൻ പാടിയത്. അബ്ദുൽ വഹാബ് നജ്ദി അബ്ദുൽ വഹാബ് എന്ന് പറയും, മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന ആ വിദ്യാർത്ഥികാരനെ സംബന്ധിച്ച് പാടിയതാണ്. പേശുപോയവനും പേപ്പിക്കുന്നവനും പേശവനും മറ്റുള്ളവരെ അബദ്ധത്തിൽ ചാടിക്കുന്നവനും അൽ അദുബിദീനിന്റെ എതിരാളിയും അൽ അദി ശത്രുവുമായ നജ്ദികാരനായ അൽ കാഫീരി മുദ്ഗഫറന വഗൈറനാ മിൻ ഹദിൻ മബദി. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പണി ചെയ്തവനായ കാഫിറായ നജ്ദി എന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുദ്ദീനി പരിചയപ്പെടുത്തിയത്. അങ്ങനെ നമ്മളാരും പറയുന്നുണ്ടോ? മഹാനായ ശൈഖുദ്ദീനിയുടെ തിരുമീതാണ്, അവിടുത്തെ മുരീദാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മമ്പുറം തങ്ങൾ. മഹാനവരുടെ മദത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രമായ പ്രവർത്തന രംഗത്തില്ലെങ്കിൽ അവരെ മദത് അവർക്കില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ശരിക്ക് കൊണ്ടു നടക്കുക, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. വിദ്യാർത്ഥികാരോട് അതിയായ വെറുപ്പായിരുന്നു അവർക്കൊക്കെ. ഖാദിരി തരീഖത്തിന്റെയും ഷാദിരി തരീഖത്തിന്റെയും പേര് പറയുന്ന ഇക്കാലത്തുള്ള കുറെ ആളുകൾ, ഞാൻ ആളുകളെ പേരൊന്നും പറയുന്നില്ല, ഇമാം ഷാദിരി തങ്ങൾ പറഞ്ഞതായി കാണാം. ഇമാം ഷാറാനി തങ്ങളുടെ തബഖാത്ത് കുബ്രയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, എന്തിനാണ് ഇബ്നു തൈമിയ എന്നെ എതിർത്തുകൊണ്ടിരിക്കുന്നത്, ഇബ്നു തൈമിയ എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഈ ഫിർറമിൻഹു ഫിറാറക മിനൽ അസദി. ഇബ്നു തൈമിയ അതുപോലുള്ള ആളുകൾ വിദ്യാർത്ഥികാരുണ്ടല്ലോ, അവരെ തൊട്ട് നീ ഓടണം. ഫിറാറക മിനൽ അസദി, സിംഹത്തെ തൊട്ട് നീ ഓടുന്ന പോലെ ഓടണം. അത് വലിയ അപകടമാണ്. ശരീരം നശിപ്പിക്കുന്ന സാധനമാണ് സിംഹം, ഈമാൻ നശിപ്പിക്കുന്ന സാധനമാണ് വഹാബി. വിദ്യാർത്ഥികാരൻ, ജമാഅത്തുകാരൻ, ദലീലുകാരൻ, അവരെ തൊട്ട് നീ ഓടണമെന്ന്. സിംഹത്തെ തൊട്ട് ഓടുന്നതിനേക്കാൾ നീ ഈ വിദ്യാർത്ഥികാരെ തൊട്ട് ഓടണമെന്ന സ്ഥാനത്ത് അവരെ കൂടെ ഇരുന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരെ കൊണ്ടാണോ ദീൻ നടത്തേണ്ടത്? സഹോദരന്മാരെ, എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദിലി ഇമാമിന്റെ ഷാദിലി തരീഖത്ത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ട് നടക്കുക? ഒരു ഷാദിലി തരീഖിന്റെ ഖലീഫയാണെന്ന് പറയുന്ന ഒരു അടുത്ത് പറഞ്ഞ വാക്കാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദിലി തങ്ങളുടെ തരീഖിന്റെ ഖിലാഫത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി പറയുന്നു, ഇബ്നു തൈമിയ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്നു തൈമിയെ തൊട്ടും അയാളുടെ അനുകൂലികളെ തൊട്ടും സിംഹത്തെ തൊട്ട് ഓടുമ്പോൾ ഓടണമെന്ന് പറഞ്ഞ ഇമാം ഷാദിലിയുടെ മദത് ഇങ്ങനെയാണ് ലഭിക്കുക. ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ വഅല്ലാ യുകാദിറ അഹ്ലൽ ബിദഅ വഅല്ലാ യുസല്ലിമ അലൈഹിം വഅല്ലാ യുസല്ലി അലൈഹിം ഇദാ മാതു വഅല്ലാ യുഹല്ലിഹും ഫി ഔഖാത്തിൽ അയാദി വസ്സുറൂർ. ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ സവാഇഖുൽ മുഹദ്ദിഖിൽ പറഞ്ഞതും അതുപോലെ തന്നെ കിതാബുൽ പലതും കാണാം, പല കിതാബുകളിൽ കാണാം.
അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ തരീഖത്തല്ലേ ഖാദിരിയ്യ തരീഖത്ത്. വിദ്യാർത്ഥികാരെ കൂടെ ഇരിക്കാൻ പാടില്ല, അവർക്ക് പെരുപ്പം കാണിക്കാൻ പാടില്ല, അവരെ മയ്യിത്ത് ഉച്ചരിക്കാൻ പാടില്ല, അവർക്ക് സലാം പറയാൻ പാടില്ല. എന്തൊക്കെ എഴുതിയ തരീഖത്തിന്റെ ഉടമയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. 70-ലേറെ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുഴുവനും എഴുതി അവരുടെ ഖണ്ഡനം നടത്തിയവരാണ് ജീലാനി തങ്ങൾ. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്ക് ഖണ്ഡനം നടത്തിയതായ ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ച അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഖാദിരി തരീഖത്തും ബഹുമാനപ്പെട്ട ഷാദിലി ഇമാമിന്റെ ഷാദിലി തരീഖത്തും ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ അലിയ തരീഖത്തും എങ്ങനെയാണ് വിദ്യാർത്ഥികാരുമായി ബന്ധം പ്രഖ്യാപിക്കുന്ന, അത് കേടില്ല ഭക്ഷണമില്ല, അവരെ കൂടെ ഇരുന്ന് അവരെ കൂടെ തമാശ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അവിടെ മദത് എങ്ങനെ ലഭിക്കും? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഹസൻ ജിഫിരി തങ്ങൾ പൊന്നാനിയിൽ നിന്ന് തിരൂരങ്ങാടി പറയുകയാണ്, നിർത്തുകയാണ്. പൊന്നാനിയിൽ നിന്ന് തിരൂരങ്ങാടിക്കാരൻ ജിഫിരി തങ്ങളെ കാമിയായി കൊണ്ടുവന്നു. ഓരോ നാട്ടിലും സയ്യിദന്മാരുടെ നേതൃത്വത്തിലായിരുന്നു നാട് നീങ്ങിയത് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ തിരൂരങ്ങാടിൽ വന്നു. മമ്പുറത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഒരു വീട് അവരെടുത്ത് കൊടുത്തതാണ് തറമ്മൽ വീട്. നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞു ആ തറമ്മലാണ് ബഹുമാനപ്പെട്ട ലത്തീഫുസ്താവും ദർസുള്ളത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അവിടെ ദർസ് നിലനിർത്തണം. ലത്തീഫുസ്താന്റെ ദർസിലും മക്കളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളിത് വരക്കണ്ട, നമുക്ക് വർക്കത്തിന് വേണ്ടി വരുന്നതാണ്. അങ്ങനെ വരക്കുമ്പോൾ നമുക്കൊന്നും വരക്കുമല്ലോ. കുണ്ടൂർസ്ഥാനെ കൊണ്ട് തുടങ്ങിയെങ്കിൽ അത് നശിക്കുകയില്ല. മമ്പുറങ്ങളെ പേരിൽ തുടങ്ങിയെങ്കിൽ അത് നശിക്കുകയില്ല എന്ന് മാത്രമേ അത് വളർന്നേ പറ്റും. മോനെ, നീ ഇവിടെ നിന്നു അള്ളാഹു നിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നു. കുണ്ടൂർസ്ഥാൻ പറഞ്ഞത് അള്ളാഹു അവരുടെ കൂടെ ഉണ്ട്. നമ്മൾ കാണുന്നതാ. അള്ളാനെ ഇപ്പൊ തരികത്തെ നീ ബേജാറാണ്ട. അള്ളാനെ കാണലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് പകരം ക്ലിപ്പും ഒന്നും ഇടണ്ട. ഈ കാണലൊക്കെ തന്നെ നമ്മളിങ്ങനെ അല്ലാതെ അള്ളാനെ കാണും. തിരികത്തേരം അള്ളാനെ കാണലുണ്ട്. നാളെ തിരികത്തേരം വന്ന പിന്നോട് അറിഞ്ഞു ഇന്ന ഒരാളെ പറ്റി പറഞ്ഞിട്ട് അയാള് മുപ്പര് താടി മീശുള്ള അള്ളയാണ് അറിഞ്ഞോട്. മുപ്പര് ശരിനെ പറ്റി പറഞ്ഞു താടി മീശുള്ള അള്ളയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു കാഫറായി പോകും. കാഫറല്ല എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താ എന്തൊക്കെയുള്ള ശേഖ് താടി മീശുള്ള അള്ളയാണ്. 5 വക്തിലും മിറാജ് പോകുന്നതാണ്. എന്നിട്ട് മിറാജ് പോയിട്ട് അവിടെ പോയിട്ട് വരുന്ന 5 വക്തിന് മുമ്പ് അർശിന്റെ മുകളിൽ പോയിട്ട് നിസ്കരിക്കത്രേ. ഞാനതിനെ എതിർക്കല്. കുറച്ചൊന്നും ഒരാൾ അർശിന്റെ മുകളിൽ പോയി നമ്മളെതിരൊന്നും ഇല്ല, നമുക്ക് കഴിയൂല, നമുക്ക് പറയാൻ പറ്റുള്ളൂ. വൈരത്തൂർ ഉസ്താദിനോട് ഒരാൾ പറഞ്ഞ് ചെന്നറിൽ പോകാൻ പറ്റുമോ? ഉസ്താദ് ജമ്മങ്കടത്ത് നിർത്തുമ്പോൾ അന്ന് ഒരു കൂട്ടർ പോയിന്ന് ഒരു കൂട്ടർ പോയിട്ടില്ല. വെറുതെ പോയി പറയാണ്, അത് വന്ന് പറയാണെന്നൊക്കെ തർക്കം. അവ ചില മൂല്യന്മാര് മൈബദ് വലിയ മൂല്യന്മാർ കർപ്പുൽ സിഹാന്ന് വഹാലെന്ന് പറഞ്ഞിട്ട് ഇതിനെ നേടി. അതൊന്നും ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടതല്ല മൈബദിയിലൊന്നും. അതൊരു ഗ്രീക്ക് ശാസ്ത്രം അങ്ങനെ പറഞ്ഞതേ പോണവര്. അപ്പൊ വൈലത്തുരുസ്ഥാനോട് പറഞ്ഞപ്പം വലിയ കുറച്ച് അധ്യസ്ഥവിദ്യരായ ആളുകളൊക്കെ വന്നിട്ട് ഉസ്താദെ ഈ പിന്നെ മറ്റേ ചന്ദ്രനിൽ പോകാൻ പറ്റുമോ? ഉസ്താദിന്റെ ഒരു തലക്കയുടെ ആളാണ്. ഉസ്താദ് പറഞ്ഞു എന്നെ കൊണ്ടാവൂല, പോണവര് പോയിക്കോട്ടെ, ഈ കഴിഞ്ഞ പോയില്ല. അൽഹംദുലില്ലാഹ്, അതാ മറുപടി. പോണവര് പോയി. അപ്പൊ അർശിന്റെ മോൾ പോയ ഒരാൾ സുജൂദിയിൽ നിസ്കരിക്കണ വർഷം എന്നൊക്കെ നിങ്ങൾക്കറിയില്ല, ഞാൻ പോയിട്ടില്ല, പക്ഷെ പോകണം എന്നിട്ടേ പറയാവൂ. പോയി നമ്മളെതിരൊന്നുമില്ല. അർശിങ്കൽ ചെന്നവർ റൂസിലാന്നും പോയില്ലെങ്കിൽ ഇപ്പൊ അടുത്ത തെളിവ് അതാണ് ഈ കാര്യം. പോയിട്ട് പോണെന്നുള്ളൂ, പോയിട്ട് പറഞ്ഞാൽ മതി. അതിന് മുമ്പ് തന്നെ പറയരുത്, വിൽക്കുക പറഞ്ഞ ശരിയൊക്കെയാ. അങ്ങനെ ജിഫിരി തങ്ങൾ ഇവിടെ വന്നു. തറമ്മൽ വീട്ടിൽ താമസിച്ചു, കല്യാണം ചെയ്തു, മക്കളുണ്ടായി. ഫാത്തിമ എന്ന തന്റെ മകൾക്ക് 12 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 15 വയസ്സാകുമ്പോൾ ജിഫിരി തങ്ങൾ വഫാത്താവുകയാണ്. ചുരുക്കിയാണ് പറയുന്നത്. മഹാനവറുകൾ വഫാത്താകുമ്പോൾ പറഞ്ഞു, എന്റെ മകൾക്ക് നിങ്ങൾ ഇവിടുന്ന് പുതുവരനെ തരേണ്ട. തെരീമിൽ നിന്ന് വരും അവൾക്ക് പുതുവരൻ, അവർക്ക് നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കണം പറഞ്ഞു വഫാത്തായി. അവർ ഈ മഖാമിൽ മറവ് ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മമ്പുറതങ്ങൾ എത്തുന്നത് സമ്മതം ചോദിച്ച് സത്തിനിൽ മികച്ച വലിയർ എത്തി നമ്പൂരത്ത് താമലർ മാമനാറാടുത്ത് മാമനാരുടെ അടുത്ത് അമ്മാവന്റെ അരികിൽ വന്നു. എന്നിട്ട് വന്നപ്പോ തന്നെ കറാമത്ത്. അതിന് മുമ്പ് കറാമത്ത് നാടുന്നുണ്ടായിട്ടുണ്ട്, ഇവിടെ വന്ന ഉടനെയുള്ള കറാമത്ത്. ഒത്തുമാ
മക്കാമിന്റെ കീഴിൽ മുത്തൊലി ചോദിത്തേ ഉത്തവർ കൊടുത്തിടാതെ കരുത്തവർ ഉത്തവർ കൊടുത്തിടാത ഇത്തവർ ആടുത്തേ. അവിടെ വന്ന് മഖാമിന്റെ കീഴി മഖാമിന്റെ താക്കോൽ മഹാനവറുകൾ ചോദിച്ചു. ശരി, താക്കോൽ എന്ന് രാത്രിയിട്ടായിരിക്കും, അതല്ല വല്ല ഒഫലാന്മാരാണ് അത് കൊണ്ടെടുക്കുന്ന അറിയില്ലെന്ന്. അപ്പൊ ചോദിച്ചു. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് ചോദിച്ചപ്പോ മഖാമിന്റെ കീഴി മുത്തലി ചോദിച്ചേ. മഹാനവർ പറയുന്നത് താക്കോലടിയാണ്, യാത്ര ചെയ്യാനാണ്. അമ്മാവനൊന്നും പറഞ്ഞില്ല. ഉത്തവർ അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തകർ കൊടുത്തില്ല. അത് തരുത്, അതറിഞ്ഞു, അവരടുത്തു. ഒന്നു താന്നു സമയത്ത് തന്നാലെ തുറന്ന് കവലറ് പേടിത്ത് ആ മഹത്തായ വാതിലിൽ താൻ മുടിച്ച സമയത്തെ ഒരു കുത്തങ്ങ് കുത്തിയപ്പോൾ ഇത് നിങ്ങളും തുറന്നടിക്കണം, ഇവര് തുറക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കുത്തിയപ്പോ വാതിൽ തന്നാലെ തുറന്ന് കവലറ് പേടിത്ത്. ഈ കമ്പനി എന്നതാ മമ്പുറന്നങ്ങള് അവരുമാണ് മുരീദന്മാരും സീതന്മാരും മൊത്തം അങ്ങനെ. നമ്മുടെ നിങ്ങൾ മുരീദാണല്ലോ. ഉമർ ഖാദി റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് കുത്താനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ കുത്താൻ പറ്റിയില്ലല്ല പറഞ്ഞത്, അവർ തമ്മിലുള്ള കോണ്ടാക്ട് ആണ്. പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞിക്കല്ലേ ഉമർ ഖാദി, വാതിൽ തുറക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് വാതിൽ തുറന്നു തരുക എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഞാനതിന് അർഹനാണോ അർഹനല്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് സങ്കടം കൊണ്ട് ആ കബറൊന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമുണ്ട്, ചോദിക്കാൻ ധൈര്യമില്ല. റസൂലുള്ളാഹിന്റെ കൈ നീട്ടിത്തരാൻ ബോധമില്ലാതെ ചോദിച്ചു പോയി. ഫായിലങ്ങൾ ഇഷ്കിന്റെ കാഠിന്യത്തിൽ പറഞ്ഞു പോകും. അങ്ങനെ ഉമ്മയെ നാം സ്നേഹിക്കുന്നത് കൊണ്ട് ഉമ്മയെ കാണുമ്പോൾ എഴുന്നേൽക്കാറില്ല. ഉപ്പയെ നാം സ്നേഹത്തിലേറെ ബഹുമാനമുള്ളത് കൊണ്ട് ഉപ്പ വരുന്ന മുമ്പ് നമ്മൾ എഴുന്നേൽക്കും. രണ്ടുപേരോടും സ്നേഹമുണ്ട്. സ്നേഹത്തെ മറക്കുന്ന ബഹുമാനം ഉപ്പയോടുണ്ടായി, ബഹുമാനത്തെ മറക്കുന്ന സ്നേഹം ഉമ്മയോടുണ്ടായി. ഈ രൂപത്തിൽ മശായിഖുമായും റസൂലുമായൊക്കെ പെരുമാറ്റം സ്വഹാബികളുടെയും മഹാന്മാരുടെയും ചരിത്രത്തിൽ കാണാം. ഇവിടെ അതാണ് നടന്നത്. വിഭാഗങ്ങളെ ഒന്ന് കൈ നീട്ടി തരും നടത്തി റസൂലുള്ളാഹിയോട് ചോദിക്കാൻ അർഹതയില്ല, സ്നേഹം കൊണ്ടങ്ങ് പറഞ്ഞുപോയി. അർഹതയില്ല എന്നാ മനസ്സിലുള്ളത്, അർഹതയുണ്ടോ അത് മറ്റൊരു കാര്യം. എന്നാൽ ഉമർ ഖാദി ചോദിക്കാൻ പേടിച്ച് പറഞ്ഞില്ല. അറിയല്ലേ ഉമർ ഖാദി നിമിഷക്കവി. നിങ്ങളുടെ മുരീദിന്റെ പാട്ടപ്പ് കേട്ടത്, മമ്പുറങ്ങളുടെ മുരീദിന്റെ പാട്ടാ കേട്ടത്. ഇന്നിപ്പോ ശൈഖിനും മുരീദിനും ഒന്നും അറിയില്ല, ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, പാട്ടും അതേ പാടാനും അറിയില്ല, പാട്ടിന്റെ അർത്ഥം അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ അതാ. ഇപ്പോഴത്തെ അവസ്ഥ സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴത്തെ ആൾക്കാരെ മോശമാക്കില്ല, അങ്ങനെയുള്ളത് ഓൾക്ക് അർത്ഥം അറിയുന്നുണ്ട്. അലിസ്ലാമി അതിന്റെ അർത്ഥം എന്നോട് ഒരാൾ ചോദിച്ചു, അലിസ്ലാമിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിന്റെ അർത്ഥം എന്താ? താലിക്കൽ കിതാബില്ല, അത് ഓൽക്കില്ല. ഞാൻ പറഞ്ഞ അല്ലാഹു തആല കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്തുകളാണ് ഈ മുഹക്കമാത്ത് എന്ന് പറയും. അതിന്റെ അർത്ഥമേ പഠിക്കാൻ പാടുള്ളൂ, മറ്റേത് പഠിക്കാൻ പാടില്ല. അള്ള തന്നെങ്കിൽ അതേറ്റ് ഇരിക്കാമെന്നാണ് പഠിക്കാൻ പാടില്ല. അത് ബിദ്അത്തുകാരുടെയും മുനാഫിക്കുകളുടെ അടയാളമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മൂല്യന്മാരിൽ കിട്ടായിട്ട് വരാൻ ഞാൻ പറഞ്ഞ അതിന്റെ 14 അർത്ഥത്തിലേക്കാണ്. എനിക്ക് അതാ വേണ്ടത്. ബൈലാമിന്റെ കുറെ അർത്ഥം പറഞ്ഞില്ല സാറ്. അലിസ്ലാമി കാര്യമായിട്ട് അലിസ്ലാമികളാ. ഇങ്ങനെയാണ് ഒരു ചൂക്കും അറിയില്ല. അറിയുമല്ല പോയിന്റ് എന്നാ പറയുന്നത്. അതന്നെ ജഹിലുള്ളവർക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. അറിയുമല്ല പോയിന്റ്. അറിവില്ലാതെ ഒന്നിലേക്ക് എത്താൻ കഴിയില്ല. എന്തെങ്കിലും അറിവില്ലാത്തവർ ആരെങ്കിലും എത്തിയെങ്കിൽ അല്ലാഹു അവർക്ക് അറിവ് കൊടുത്തതിന് ശേഷമേ എത്തിയുള്ളൂ എന്നാണ് അയിമത്ത് പറയുന്നത്. അറിവില്ലാത്തവർ അല്ലാഹു മുഖറബാക്കിയിട്ടില്ല. ഒരു അറിവില്ലാത്തവൻ വലിയായിട്ടുണ്ടെങ്കിൽ ആദ്യമായി അറിവ് അയാൾക്ക് ഇൽഹാമിലൂടെ കൊടുത്തിട്ടായിരിക്കും. അതല്ലേ ശരീക്കിന്റെ മശായിഖ് മുറബ്ബിയായ ശൈഖാണെന്ന് പറഞ്ഞു വരുന്നവരോട് ഉളുവിന്റെ ബാബു മുതൽ ഇത്തത്തിന്റെ ബാബു വരെ ചോദിക്കണമെന്ന് പറഞ്ഞത്. കാരണം പഠിക്കാത്തവനായിക്കോളും പഠിച്ചോണായിക്കോളില്ല, അവളെ കൊടുത്താൽ മതി. ലതുന്യായാലും ഉണ്ടായേക്കാം. ഇത് ലതുന്യായാലും ഇല്ല, ചോദിച്ചാൽ കിട്ടൂല. അതിന്റെ അർത്ഥം അല്ലാഹു അയാളെ ബഹുമാനിച്ചിട്ടില്ല എന്നല്ല. മുറബ്ബിയായ ശൈഖാന്നൊക്കെ വായിക്കാൻ കുറച്ച് പണിണ്ട്. ഒരു ചോട്ടാ വലിയാന്ന് പറഞ്ഞു, നല്ല വലിയിരുന്നോ?
അള്ളാന്റെ വലിയനായിക്കോട്ടെ, നമ്മളെ വലിയൊന്നും ആണ്ടെങ്കിൽ അള്ളാന്റെ വലിയ തന്നെയാണ്. പക്ഷേ ഞാൻ മുറബിയായ ശിഹാന്നൊക്കെ പറയുമ്പോ ഇത്തക്കിന്റെ ബാബു ഒന്നെങ്കിൽ ഇത്തക്കിന്റെ ബാബു അതതിന്റെ അർത്ഥം തന്നെ അറിയില്ല. ഇതേ നിർബന്ധമാണ് അറിവ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ദർഖവി തങ്ങൾ തന്റെ മദാരിജ് സുലൂക്ക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചറിഞ്ഞു വേണം ഒരിക്കലേക്ക് കടക്കാൻ, എന്നിട്ട് വേണം ഹഖീഖത്തിലേക്ക് എത്താൻ. ഇത് പറഞ്ഞപ്പോൾ പറയുന്നു, ഈ വിഷയത്തിൽ അൽഫിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് പറഞ്ഞത് എനിക്ക് അതിശയം തോന്നിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു ദർഖവി തങ്ങൾ അൽഫിയക്ക് ഒരു തസവുഫിന്റെ വിശദീകരണം എഴുതിയിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുലൂകി വൽ മമാലിക് ബിശറഹി അൽഫിയത്ത് ഇബ്നു മാലിക് എന്നാണ് അതിന്റെ നാമം. അതിൽ ഈ ബൈത്തിന്റെ വിശദീകരണം പറയുന്നതായിട്ട് താൻ തന്റെ മദാരിജിലേക്ക് ഉദ്ധരിക്കുന്നു. അറിവില്ലാത്ത ലോകം കൊണ്ട് കടക്കാൻ പറ്റില്ല അള്ളാഹുവിന്റെ അരികിലേക്ക്, അത് അനുവദനീയമല്ല. മഅരിഫ കൊണ്ട് തുടങ്ങണം, അല്ലാഹുവിനെ അറിഞ്ഞു വേണം തരീഖിലേക്ക് കടക്കാൻ. ഇൽമു പഠിച്ചു വേണം, ദീൻ പഠിച്ചു വേണം കടക്കാൻ. നക്കിറ കൊണ്ട് പറ്റൂല, അറിവില്ലാത്തതിനെ കൊണ്ട് പറ്റൂല. മാനം സുഫീദിക്ക അള്ളാഹുവിന്റെ ഇൽഹാമിന്റെ ഇൽമുകൾ ഇൽമിന്റെ പുതപ്പ് നിനക്ക് വല്ല ഫായിദവും തന്ന് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ചർച്ചയില്ല. അത് മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ് പഠിച്ചു വേണം തരീഖിലൂടെ പോകാൻ. ഇതാണ് തരീഖിന്റെ അവസ്ഥ സഹോദരന്മാരെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അങ്ങനെ ഉമർ ഖാദി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ടില്ല. യാ കിറമൽ ഖുറമാ അലാ അൽതാബികും ഉമറുൽ ഫഖീറുൽ മുർതദി ലിജനാബികും യർജുൽ ലതാഅലൽ ബുകാഇ ബിബാബികും വദംഉ മിൻ ഖദ്ദി ബിസലഫിമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയെ, പാവപ്പെട്ട ഉമർ വാതിലിന്റെ അരികിലുണ്ട് എന്ന് പറയുകയല്ലാതെ എനിക്ക് തുറന്നു തരണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മഹബത്ത് കൊണ്ട് റസൂൽ അങ്ങ് തുറന്നു കൊടുത്തു. ഉമർ ഖാലിക്ക് മാത്രമല്ല, എത്രയോ ഔലിയാക്കൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അസ്സനൽ ബാഹിർ ഫീമൻ ആശബിൽ ഖർനിൽ ആശിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എത്രയോ മഹാന്മാരുടെ ചരിത്രത്തിൽ ഇങ്ങനെ തുറന്നു കൊടുത്തതായി കാണാം. ജിലാലി തങ്ങൾക്ക് റസൂലിനെ കൈ നീട്ടിക്കൊടുത്തത് തഫ്സീറുൽ ഖാതിറിൽ പറയുന്നുണ്ട്. ദിഫാഇ തങ്ങൾക്ക് കൈ നീട്ടിക്കൊടുത്തത് എത്രയോ ഗ്രന്ഥങ്ങൾ ഇമാം സിയൂത്തി അടക്കം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട മഹാന്മാരിൽ ഒരു ഉയർന്നവരാണ് ഉമർ ഖാദി. മമ്പുറങ്ങളുടെ മുരീദായത് കൊണ്ടാണ് അത്രയും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയത്. ഇവിടെ വന്ന് ആദ്യം തന്നെ ചെയ്തത് വാതിൽ തുറക്കലാണ്. തന്നാലെ തുറന്ന് കവലറ് പേടിച്ച്. ഇത് പേടിക്കാതിരിക്കോ? എന്താ ഇപ്പൊ കാട്ടുന്നത്? ബഹുമാനപ്പെട്ട തങ്ങളിപ്പോ പിന്നെ ഇവിടുത്തെ ജീവിതം മുഴുവനും സുന്നത്തുമായത്തിന്റെ പ്രവർത്തനം ഇഷ്ടപ്പെടൂല. ദീനിന്റെ പ്രവർത്തനം എന്ന് പറയണതാ സുന്നത്തുമായത്തിന്റെ പ്രവർത്തനം എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, ദീനെ പറ്റി അറിയാത്തവർക്ക് എന്തും പറയാം. അതിരിക്കട്ടെ, പിന്നെ ജീവിതത്തിൽ അവിടുത്തെ ഇൽമു കൊണ്ട് ഇൽമിന്റെ പ്രചരണവും ദീനിന്റെ പ്രചരണമായി തന്റെ ജീവിതം തള്ളി നീക്കി കുറെ സംഭവങ്ങൾ തങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എത്രയോ കറാമത്തുകൾ തങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചെറുശോലയിലെ ഒരു ജുമാഅത്ത് പള്ളിയിലെ ഒരു മുതഅല്ലിം, ഏത് പള്ളി എനിക്കറിയില്ല, ഒരു മുതഅല്ലിം അവിടെ ഒരു ചോലയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അടുത്തുള്ള ഒരു പാമ്പിനെ കണ്ടപ്പോ കല്ലെടുത്തെറിഞ്ഞപ്പോ ഈ പാമ്പിന് മേത്ത്. പിന്നെ അത് മുതലേക്ക് ഈ കുട്ടിക്ക് എപ്പോ നോക്കിയാലും പുറത്തിറങ്ങിയാൽ കുട്ടി കയറുള്ളൂ, ഫ്രമ്മില്ലേറും, തിരിച്ചറിയാൻ കഴിയൂല, പിടിക്കാൻ കഴിയൂല. അവസാനം വിഷമിച്ച് പള്ളിയുടെ ഒത്തുക്കും ചിലപ്പോൾ കയറി വരും. അവസാനം ഓക്കെ ഉസ്താദിന്റെ അടുത്ത് ഈ മൂലയിൽ വന്നത്. ഉസ്താദ് പറഞ്ഞതിന് പരിഹാരമില്ല, മമ്പുറത്ത് പോയി പറഞ്ഞ ആളില്ല. സഹോദരന്മാരെ മുഴുവൻ മനസ്സിലാക്കി. പൈശാചികമായി നമ്മുടെ നാടുകളിൽ എവിടെ നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ, ഉപ്പാപ്പനെത്തുമെന്ന് സങ്കടം പറഞ്ഞാൽ, ഉപ്പാപ്പനോട് മനസ്സെറിഞ്ഞു പറഞ്ഞാൽ ആ പിശാചിന് ഉപ്പാപ്പ പിടികൊടുക്കും.
ഉപ്പാപ്പ പിടിച്ചാൽ പിന്നെ അടകാൻ കഴിയില്ല ഒരു പിശാചിന്. എത്രയോ ആളുകൾക്ക് ഇവിടെ അങ്ങനെ അനുഭവമുണ്ട്. ഉസ്താദ് പറയുകയാണ്, ഇവിടെ വന്ന ആ മുദരിസ് ആ ഉസ്താദ് കുട്ടിയും കൂടെ വന്ന് പബലിയത്ത് വന്ന് സിയാറത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പിശാച് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നൊരു വിഷമം ഉണ്ടായിട്ടില്ല. മലബാറിൽ വാഴുന്ന പിശാചികളെ മുഴുവനും അടക്കാൻ, പിടിക്കാൻ അധികാരം ബഹുമാനപ്പെട്ട മമ്പറങ്ങൾക്കുണ്ട്. നമ്മുടെ ഉസ്താദുമാരുടെ ദ്വായിൽ ഉപ്പാപ്പനെ കൂട്ടാത്തൊരു ദ്വാ നമ്മൾ കേൾക്കാറില്ല. എത്രയോ ആളുകൾക്ക് മമ്പുറത്തുപ്പാപ്പ സ്വപ്നത്തിലൂടെ പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് പരിചയമുള്ള പലരോടും പാപ്പ പറഞ്ഞു കൊടുത്ത സംഭവങ്ങളുണ്ട്. കുടുംബിസാന്നും വെറുതെ അല്ല ഇതൊക്കെ ഇവിടെ തുടങ്ങിയത്. ഉപ്പാപ്പയുടെ ഇഷാർത്തുകളുടെ എല്ലാത്തിനും നടക്കുകയില്ല സഹോദരന്മാരെ. ഉപ്പാപ്പയോട് ബന്ധമുള്ളവർക്ക് എല്ലാ മതവും ലഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട തന്റെ അമ്മോച്ചനോട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അൽ അർളു കഖുറത്തിൻ അദ്ദുനിയാ കുല്ലുഹാ കഖുറത്തിൻ ഫീ യദയ്യ. നിങ്ങൾ പറഞ്ഞതാണ്, ദുനിയാവ് മൊത്തം എന്റെ കയ്യിൽ ഒരു കുറ പോലെയാണ്, ഒരു ചെറിയ ഒരു ക്ലോബ് പോലെയാണ്. ഇവിടെ എനിക്ക് നോക്കാനും പ്രവർത്തിക്കാനും കഴിയും. ഭൂമി ഓരുണ്ട പോൽ എങ്കയിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമരല്ലോവർ എന്ന് ബഹുമാനപ്പെട്ട ഔഫില്ല എന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. ഭൂമി ഒരു ഉണ്ട പോലെ എന്റെ കയ്യിലാണ്. അതിന് കക്കുറത്തി ഒരു ഉണ്ട പോലെ, ചിലൊരു ഭൂമി ഉരുണ്ട പോലെ എന്റെ കയ്യിൽ എന്നോട് തരുന്നുണ്ട്. ഭൂമി ഇത് തന്നെയാണ്, ഉരുണ്ട പോലൊന്നല്ല. ഉരുണ്ട പോലെ എന്ന് പറയല്ലോ സാർ, നീ ബിക്കുറത്തിന് ഹക്കീക്കിയ, ബിക്കുറത്തിന് ഹക്കീക്കിയ എന്നൊക്കെ പറയില്ല. മുഴുവനും എനിക്കറിയാൻ കഴിയും. ഭൂമിയുടെ, നമ്മുടെ മലബാറിലുള്ള ഭൂമിയിൽ എവിടൊക്കെ പിശാചുണ്ട്, എവിടൊക്കെ വെള്ളമുണ്ട്, എവിടൊക്കെ പട്ടണങ്ങളുണ്ടെന്ന് അറിയുന്നവരായ സമ്പുറങ്ങൾ അക്കാലത്ത് പലരെയും പല നാടിലേക്കും അവിടെ കിണറുകളക്കാൻ വിട്ടുകൊടുക്കുന്നു, പല സ്ഥലത്തും കുറ്റിയെടുക്കാൻ പറഞ്ഞയക്കുന്നു. ആ പറഞ്ഞയച്ച കാരണത്താൽ ഇന്നും ഇവിടെ പരമ്പരയിൽ അവരെങ്ങാനും ഒരു സ്ഥലത്ത് പോയി കുറ്റിയെടുത്താൽ ഫലമുണ്ടായിരിക്കും. ആ മുസ്ലിമികൾക്ക് വരെ ആ ഫലം കിട്ടിയിട്ടുണ്ട്. മഹാന്മാര് ഒരു സംഗതി ഒരാളോട് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മമ്പുറപ്പാപ്പാനെ പോലുള്ളവർ പറഞ്ഞാൽ ഫലമുണ്ടായിരിക്കും. ഉപ്പാപ്പന്റെ ഇജാസത്തിലൂടെ വന്ന ഒരു സയ്യിദ് കുടുംബത്തിൽ ഒരു സയ്യിദ് എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി എന്നെ വീടിന് കുറ്റിയടിക്കാൻ വിളിച്ചു. അന്ന് ഞാൻ ചെറുതാണ്. ഞാൻ ഈ സയ്യിദിന്റെ കൈമുത്തി ചെന്നപ്പോൾ കണ്ടാല് സയ്യിദിന്റെ വേഷം ഇല്ല, എന്റെ കൈമുത്തി. സയ്യിദന്മാരെ കണ്ടാൽ ഏത് വേഷാനും വേണ്ടിയില്ല, പട്ടണം ഉണ്ടാവില്ലെങ്കിൽ കൈമുത്തണം, ഉണ്ടാവുന്ന മുത്തരുതട്ടോ. ആ മുത്തി എന്റെ ഇപ്പൊ ഒരു മൊഴിയുണ്ട്, മുപ്പൊരു ആ മുത്തിയില്ല. മുത്തുന്നവരെ വലിയ ആൾക്കാരെ മുത്താത്തൊരു മോശമാണെന്നെല്ലാം പറയുന്നത്. ഞാൻ മുത്തി. അതിനുശേഷം നിങ്ങൾ കുറച്ച് സംസാരിച്ച് പറഞ്ഞ സിഎം വലിയുള്ളാഹിയുടെ ജ്യേഷ്ഠന്റെ വീടാണോ ഞാൻ അറിയില്ല, കുറ്റിയടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ ചെറുതാണ്, ഞാൻ പോയി കുറ്റിയടിച്ചു. കുറ്റിയടിക്കാൻ വേണ്ടി ചെന്നപ്പോ സിഎം വലിയുള്ള അവിടെ ഉണ്ട്. എന്നോട് പറഞ്ഞു, ഒരു കാലത്ത് കറാമത്തുകളുടെ കടലായിരുന്നു ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി. ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു മകൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാഹു ഒരു ബറക്കത്ത് നമ്മൾ നന്നാകട്ടെ. എത്രയോ സംഭവങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സിഎം വലിയുള്ളാഹിന്റെ മുമ്പ് ഈ കുട്ടിക്ക് സയ്യിദല്ലേ ആണെങ്കിലും ഇത് അടിക്കാൻ തോന്നില്ല. ഇത് പറഞ്ഞു, തങ്ങൾ പാപ്പ അടിച്ചാൽ മതിയാണ്. ഉടനെ തന്നെ സിഎം വലിയുള്ളാഹി പറഞ്ഞതെന്താണെന്നോ, മമ്പുറത്ത് പാപ്പ ഏൽപ്പിച്ചത് നിങ്ങളാണത് ചെയ്യേണ്ടത്. ഒക്കെ സിഎം വലിയുള്ളാഹി പറഞ്ഞ വാക്ക്. ഞാൻ ചെന്നപ്പോൾ എന്റെ കൈ മുത്തി എന്നും ആ സയ്യിദ് എന്നോട് പറഞ്ഞു. അവരൊക്കെ കാര്യം മനസ്സിലാക്കിയവരാ. നമുക്കൊന്നും അറിയില്ല സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ കയ്യിലൂടെ എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടിപ്പോന്നെങ്കിൽ അത് വലിയ ബർക്കത്താണ്, അത് വലിയ ഫലമുള്ളതാണ്, വലിയ കറാമത്തുള്ളവരായെന്നും ബഹുമാനപ്പെട്ടവർ. ഒരാൾ വന്നിട്ട് സിഎം വലിയുള്ളാനോട് പറഞ്ഞു, ഞാൻ 1-2 കറാമത്ത് പറഞ്ഞ് നിർത്തുകയാണ്. സിഎം വലിയുള്ളാനോട് പറഞ്ഞു, എനിക്ക് ആൺകുട്ടികളിൽ നിങ്ങൾ ദുആ ചെയ്യണം, എനിക്കൊരു ആൺകുട്ടി വേണം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എനിക്ക് ആൺകുട്ടി അടുത്തത് ആൺകുട്ടി ജനിച്ചു നോക്കുന്ന പെൺകുട്ടിയാണ്. ദിനാനങ്ങളുടെ ചരിത്രത്തിൽ ഇതേപോലെ കാണാം. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ, മൗലാ ജലാലുദ്ദീൻ ഞങ്ങളുടെ ചരിത്രത്തിലും കാണാം ഇതേപോലെ. അങ്ങനെ പാപ്പന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു,
പാപ്പാ കുട്ടി എന്നെ പറ്റുകയാണ്, പക്ഷേ ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. ഉടനെ തന്നെ പറഞ്ഞു ഇല്ല, നീ പോയി നോക്കുന്നത് ആൺകുട്ടി തന്നെയാണ്. പെൺകുട്ടിയായി ജനിച്ച ആ കുട്ടിയെ പിന്നീട് ചെന്ന് നോക്കുമ്പോൾ ആൺകുട്ടിയാണ്. മഹാന്മാരുടെ കറാമത്തുകളിൽ ഇതേപോലെ വളരെയധികം കാണാം. അതുപോലെ തന്നെ മരിച്ചവരെ ഹയാത്താക്കുക. 1-2 സംഭവങ്ങളെല്ലാം അമ്പർത്ത് ബാബ ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് അത് അനുഭവമുണ്ട്, കിതാബുകളിൽ കാണാവുന്ന. അതുപോലെ തന്നെ തെരിയും ഉപ്പന്റെ നാട്ടിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. നാട്ടിൽ അറിയില്ലല്ലോ. ഒരു ദിവസം അമ്പുറത്തുനിന്ന് ഹൗളിൽ നിന്ന് വെള്ളമെടുത്ത് ഒഴിക്കുകയാണ് ഉപ്പ. ഈ ഒഴിക്കുന്നത് കണ്ട് ഇവർ വേചാറ എവിടെ ഒഴിക്കുന്നത്? അത് യമനിൽ തീ പിടിച്ചിട്ടുണ്ട്. യമനിക്ക് ഇവിടുന്ന് വെള്ളം ഒഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ തീ അണഞ്ഞുപോയി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ തിരൂരിലുള്ള തീ അണച്ചത് കാണാം. ഉപ്പാപ്പ തന്നെ ചരിത്രത്തിൽ കാണാം. ഉപ്പാപ്പ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോ ആ നാട്ടിലത്തെ അധികാരി അല്ലെങ്കിൽ അന്നത്തെ നാടുവാഴി, ഓരോ നാട്ടിൽ ഇങ്ങനെ ഭരണം നടത്തലല്ലോ ഓരോരുത്തരുണ്ടാക്കാൻ. ഉപ്പാപ്പ പോകുമ്പോ പാപ്പ മൂരി വണ്ടിയിലാ പോയത്. അന്നൊക്കെ മൂരി വണ്ടിയാണ് ഇപ്പത്തെ എന്തായാലും പറയാം, ഇപ്പത്തെ ഏറ്റവും വലിയ വണ്ടി. മൂരിവണ്ടിയിൽ പോകുമ്പോ ഇവനും ഇവന്റെ കൂടുള്ള ആളും കൂടി മൂരിവണ്ടി പാപ്പനെ വണ്ടിമ കുത്തിച്ചിട്ടാണ് പോയി. പാപ്പനെ പരിഗണിച്ചില്ല. പാപ്പ അൻസാന്ന് ഇത് ആരാണെന്ന് വെച്ചു. അവൻ പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാണ്, എന്റെ പേര് ബേലു എന്നാണ്. പാപ്പാക്ക് ഭാഷ അറിയുന്ന ആളാണ്. പാപ്പ ശരിക്കും ഭാഷ അറിയും. ബേലു പറഞ്ഞ സൂര്യൻ, ഞാൻ ബേലു എന്നാണ്. അപ്പം പാപ്പ പറഞ്ഞു ഇത് ബേലു ആണെങ്കിൽ ഞാൻ ചെയ്യുവാണെന്നാണ്. അതന്നെ ഇവൻ പെരി ചെന്ന് നോക്കുമ്പോ പേര മുഴുവൻ കത്തിയിരിക്കുന്നു, ചുമര് മാത്രം ബാക്കിയുണ്ട്. പാപ്പന്റെ ജലാലാണ്, പാപ്പയുടെ കറാമത്താണത്. അതുപോലെ തന്നെ ഈ കൊടുങ്ങിയിൽ ഒരു സഹോദരൻ പാപ്പയോട് ബന്ധമുള്ള സയ്യിദാണെന്ന് എനിക്കറിയില്ല. കൊടുങ്ങിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ തങ്ങൾ അവിടെ കൊണ്ടുപോയാക്കിയത് ബഹുമാനപ്പെട്ട പാപ്പയാണ്. ഒരാളെ വിട്ടിട്ട് പറഞ്ഞു ഓനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവന്നെ. രാത്രിയിലാണ് ഇദ്ദേഹം ഓടി രാത്രി 2 മണി ടൈമിൽ ഇയാളെ വിളിച്ചുണർത്തി. പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ വലിയൊരു മരം ഈ പള്ളിയുടെ മുകളിലേക്ക് കൂടി തകർന്നു പോയി. ഇപ്പൊ ബുദ്ധിനെ വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ കലയെ കൂട്ടി അറിയുന്നു. പാപ്പന്റെ വീടിന് മുകളിലേക്ക് ഒരു മരം വീണു. കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരു വലിയ പ്ലാവാണെന്ന് തോന്നുന്നുണ്ട്, വലിയൊരു മരം പാപ്പന്റെ വീടിന് മുകളിലേക്ക് വീണു. അതാകെ തകരേണ്ടിയിരുന്നു. അത് തറമര വീടാണോ അതിനിപ്പുറമുള്ള വീടാണോ എനിക്കറിയില്ല. ഏതാണെന്ന് വെച്ചാൽ അറിയില്ല. ഈ മരം ഇങ്ങോട്ട് വരികയാണ്. ഭയങ്കര ശബ്ദത്തിൽ ഇതിങ്ങോട്ട് വീഴുമ്പോൾ സഹോദരന്മാരെ പാപ്പ എഴുന്നേറ്റിട്ട് ഒരൊറ്റ ശബ്ദമിടല, ഒരൊറ്റ ചവിട്ടാണ് ഈ ചുമരിന്. മരം അപ്പുറത്തേക്കാണ് മറിഞ്ഞു വീണു. ഇങ്ങോട്ട് വരുന്ന മരം അപ്പുറത്തേക്ക് മറിഞ്ഞു വീണു. ഏതാണ് ആ കഴിവ് സഹോദരന്മാരെ? അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒതുങ്ങാത്ത സാധനമില്ല. മൊത്തം ലോകം മൊത്തം ഒതുക്കാൻ അവർക്ക് കഴിയും. സൂര്യനെയും ചന്ദ്രനെയും അവർക്ക് ഒതുക്കാൻ കഴിയും. കാലങ്ങൾ എന്നോട് ചോദിച്ചാണ്, സൂര്യൻ ഉദിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്, സൂര്യൻ ചന്ദ്രൻ ഉദിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. കടലിലെ തിരമാലകളുടെ അവസ്ഥ എനിക്കറിയും, ലോകത്ത് നടക്കുന്നത് മുഴുവനും എനിക്കറിയും. ജിലാനിതങ്ങൾ പറഞ്ഞു അഖ്താബുകൾക്കറിയാത്തതില്ല. ഖുതുബുസ്സമാൻ എന്ന പേര് വെറുതെ കൊടുത്തതല്ല. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങള് മഹാനങ്ങളെ സംബന്ധിച്ച് ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞത് കാര്യം മനസ്സിലാക്കി പറഞ്ഞതാണ്. ലോകത്തിന്റെ റിപ്പോർട്ടുകൾ മുഴുവനും അറിയുന്നവർക്കേ ഖുതുബുസ്സമാനാകാൻ കഴിഞ്ഞു. സൂര്യൻ ഉദിക്കുന്നത് തന്റെ സമ്മതത്തോടു കൂടിയായിരിക്കുമെന്ന് അയിമ്മത്ത് ഖുതുബിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എഴുതി വെച്ചതായി കാണാം. ഇവിടെ നടക്കുന്നത് വൈബിന്റെ ഇൽമ് മുഴുവനും അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽപ്പെട്ടവരാണ് തങ്ങളും. അമ്പുറത്തെ മുറ്റത്ത് നിന്ന് തെങ്ങുമുകളിൽ നിന്ന് കൂട്ടുകാട്ടി കാറുകടലിൽ നിന്ന് കപ്പലിനെ രക്ഷപ്പെടുത്തിയ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേറെ ആശ്ചര്യമുള്ളൊരു സംഭവമാണ് ഉപ്പന്റെ ഒരു കൂട്ടര് വന്നു. എന്നിട്ട് ഉപ്പാപ്പാക്ക് കുറെ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അവർക്ക് അവർ ഉപ്പാപ്പ സന്തോഷത്തിൽ വാങ്ങി ഇവര് യാത്ര പോകും. കടലിൽ കപ്പല് പെട്ടു, കാറ്റിന് പെട്ട് കപ്പല് തകർന്നു, കപ്പലിന് ഓട്ട പറ്റിപ്പോയി. കപ്പലതാ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നു. ഉപ്പാപ്പയെ വിളിച്ചു കരഞ്ഞു. കപ്പലിൽ ചേർന്ന വെള്ളം നിന്നുപോയി. എങ്ങനെയോ കപ്പൽ കരയിലെത്തി. അവർ പരിശോധിക്കുമ്പോൾ പൊട്ടിയതായൊരു ഭാഗത്ത് ഉപ്പാപ്പക്ക്
ഭാര്യ കൊടുത്ത എല്ലാ ഡ്രസ്സുകളും കൂടെ ചുരുട്ടിയിട്ട് അതാ ഫിറ്റ് ചെയ്തിരിക്കുന്നു. മമ്പുറത്തുനിന്ന് യാത്ര പോകുമ്പോൾ ഉപ്പാപ്പക്ക് ഹദിയായി കൊടുത്ത തുണിയും എല്ലാം ചുരുട്ടിയിട്ട് ഉപ്പാപ്പ ഇതിന്റെ ഈ ഓട്ടയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എന്താണ് സഹോദരന്മാരെ ചെയ്തിട്ടുള്ളത്? ഒരാള് കപ്പൽ യാത്രയിൽ ഉപ്പാപ്പയെ വിളിച്ചു കരഞ്ഞു. കപ്പൽ പൊട്ടിപ്പോയി. അതിന്റെ പലകയിൽ അദ്ദേഹം കുടുങ്ങി. അദ്ദേഹത്തിന് പേടിയായി. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു എന്ന് തോന്നി. ഉപ്പാപ്പനെ വിളിച്ച് മമ്പുറങ്ങളെ എന്ന് വിളിച്ചു കരയുന്നു. ഉടനെ തന്നെ അതാ ഒരു കൈ വന്ന് തന്റെ നെഞ്ചിങ്ങനെ പിടിക്കുന്നു. നെഞ്ചിന് പിടിച്ച പോലെ താനിങ്ങനെ മെല്ലെ മെല്ലെ ഒരാളെ കൈയുണ്ട്. ആരുടെ കൈയാണെന്നറിയില്ല. ആ കൈ നെഞ്ചിന് പിടിച്ചിട്ടുണ്ട്. പേടി വരുന്നില്ല. ഈ കൈയുണ്ടായതുകൊണ്ട് ഈ കൈ ഇങ്ങനെ കരയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഉപ്പാപ്പന്റെ മതത മനസ്സിലാക്കിയ അദ്ദേഹം ഇവിടെ വന്നു. മമ്പുറത്തെ ഉപ്പാപ്പന്റെ അരികിലേക്ക് ചെന്നു. ഉപ്പാപ്പന്റെ അരികിൽ ചെന്ന് സലാം പറഞ്ഞ് കൈമുട്ടി നോക്കുമ്പോൾ എന്റെ നെഞ്ചു പിടിച്ച കൈ തന്നെയാണ് ഈ കൈ. അദ്ദേഹം ആ കൈയെ തുരുതുരാ ചിന്തിക്കുന്നു. എന്നെ രക്ഷപ്പെടുത്തിയ കൈയാണ്. എവിടെയാണ് ഉപ്പാപ്പയുള്ളത്? എവിടെയാണ് കടലുള്ളത്? സഹോദരന്മാരെ, എവിടെയാണ് അദ്ദേഹമുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ജീവിതം മുഴുവനും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ, കൊണ്ടുയതഹുല്ലത്തി യബ്തിസു ബിഹാ, അവൻ ധരിക്കുന്ന കൈ എവിടേക്കും എത്താൻ പറ്റുന്ന രൂപത്തിൽ ഞാനാകുന്നതാണ്. ഞാൻ അവനക്ക് സൗകര്യം കൊടുക്കുന്നതാണ്. മകാലാബിദി بالنوافل يقرب حتى أكون له يدا والرجل وثم منه ثم عينا باصرة أي مثل ذلك في المطالب هربلا. ഇതിന്റെ അർത്ഥം എന്താണ്? മക്തൂനങ്ങൾ പറഞ്ഞു. പരമിനെ പരരൂപത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ മക്തൂനങ്ങൾ പറഞ്ഞു, അല്ലാഹു കയ്യാകും. അഥവാ കയ്യായ പോലെ റബ്ബാണോ ചെയ്യുന്നതെന്ന് തോന്നുന്ന പോലെ ആകുന്നതാണ്. ദൂരപരിധിയില്ലാതെ ദൂരമുള്ളത് കാണാനും ദൂരമുള്ളത് തൊടാനും ദൂരമുള്ളത് പിടിക്കാനും കഴിയുന്നതാണ്. സ്വാഹിബുൽ ബഖർ എന്ന തന്റെ കൂട്ടുകാരൻ ഒരു സയ്യിദായിരുന്നു. അവർ ചരിത്രം ഞാൻ പറയുന്നില്ല. മഹാനവറുകൾ അതാ ഒരു അറഫന്റെ ദിവസം യമനിൽ നിന്നാണെന്നാണ് എന്റെ ഓർമ്മ. നമുക്ക് ഹജ്ജിന് പോകണ്ടേ എന്ന് ചോദിച്ചു. ഹജ്ജിന് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെങ്ങനെ പോകും? ഞാൻ ആ നാട്ടിൽ ഞാൻ അവിടുത്തുകാരനല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ഞാൻ പോകുന്നു എന്ന നിലയ്ക്ക് അവരെ കാണാതെയാകുന്നു. 2 ദിവസം കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് മഹാനവർ തിരിച്ചു വരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും മഹാനായ സയ്യിദ് അലവി തങ്ങൾ മമ്പുറത്ത് നിന്ന് സുബഹി നിസ്കരിക്കാൻ പോയിരുന്നത് അത് മസ്ജിദ് നബവിയിലാണ്. ഒരൊറ്റ വെള്ളിയാഴ്ചയും സുബഹി നിസ്കാരം തന്റെ നാട്ടിൽ നിന്ന് നിർവഹിച്ചിട്ടില്ല. ഈ രൂപത്തിൽ മസ്ജിദ് നബവിയിലായിരുന്നു താൻ സുബഹി നിസ്കരിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാര് പറയുന്നു. അവിടെ സുബഹി നിസ്കരിച്ചിട്ട് തന്റെ പരിചയത്തുള്ള സയ്യിദിന്റെ വീട്ടിൽ പോകുമായിരുന്നു. ഇതൊക്കെ ചരിത്രമാണ് സഹോദരന്മാരെ. ഇതിനെപ്പറ്റി അങ്ങനെ നമുക്ക് ആരെ പറ്റിയാ പറയാനുള്ളത്? അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ബഹുമാനെ പറ്റി ഇതുപോലെ കുറെയൊക്കെ നമുക്ക് പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങൾ ചെയ്തിരുന്ന കറാമത്ത് ഇഷ്ടംപോലെയുണ്ട്. ഒരാള് വന്നിട്ട് പറഞ്ഞില്ല മൂരിനെ കാണാനില്ല. പാപ്പ താക്കോല് കൊടുക്കും. മൂരിനെ കാണാത്ത താക്കോല കൊടുക്കല് വാങ്ങി. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ അതേമാതിരി ചെയ്യണം. മുഹമ്മദാജി പാപ്പാനോട് പാപ്പന്റെ വക്കത്തുണ്ട് അല്ലാഹുതആല നമ്മളെ നന്നാക്കട്ടെ. സാദിലി തരീഖിന്റെ ശൈഖായിരുന്നു. ഇവരൊക്കെ മശായിഖാണ്. ഇവരൊക്കെ നടത്തുന്ന സാദിലികൾ അവിടുത്തെ കൈയോടുകൂടെ നടത്തുന്നതാണ്. വലിയ കറാമത്തുള്ളവരാണ്. പാപ്പനോട് ഒരാള് മൂരിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വയറിളക്കിയാൽ മതി. ആ വാക്ക് കേട്ട ആർക്കാ മനസ്സിലാ? വയറിളക്കിയാൽ മതി. അങ്ങനെ തന്നെ ചെയ്യണം. ഇയാൾ പോയി വയറിളക്കി. തീരെ ഇളകുന്നില്ല, നേരം വെളുത്തിട്ടും പോകുന്നില്ല. 10 മണിയായിട്ട് ഒരു ഫലവുമില്ല. ഇനിയിപ്പോ ഇളകൂലാന്ന് നിങ്ങൾക്ക് ഇയാൾക്ക് യാത്ര ഉണ്ട്. ഇയാൾ ബസ് കയറി കൊറയാണ്ടെത്തിയപ്പോ ഇളകി. സുബ്ഹാനല്ലാഹ്, ബസ്സുകാരനോട് പറഞ്ഞ് നിർത്തണം. അഥവാ നിർത്തിയില്ലെങ്കിൽ അനക്കപകടാന്നർത്ഥം. ഇദ്ദേഹം നിർത്തിക്കൊടുത്തു. ഇറങ്ങി ഇയാൾ ഓടി. അവിടെ ഒരു പന്തക്കാടും ഒരു പാലൊക്കെ ഇല്ല. പാലത്തിന്റെ ചോട്ടുകാട് ചെന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് താഴത്തായി ചുറ്റും നോക്കുമ്പോ മൊത്തം ഊരേതാനെന്ന കാണി കൂട്ടി മെലത്തിരിഞ്ഞൊന്ന് നോക്കും
സമയം ഞെട്ടി. എന്താ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ? അങ്ങനെ നോക്കുമ്പോ മൂപ്പരെ മൂരിനെ അവിടെ അങ്ങനെ തളച്ചിട്ട് വയറിളക്കാതെ ഈ മൂരിയെ കിട്ടുമോ? മൂരിനെ കിട്ടില്ല എന്നപ്പോ വയറിളക്കാൻ മതി എന്ന് പറഞ്ഞതാ. കള്ളന് കൊണ്ടുപോകുമ്പോ നേരം വിളിച്ചപ്പോ അവിടെ ആ പാലത്തിലോട്ട് കൊണ്ട് കെട്ടിയിട്ട് ഒരു മനുഷ്യൻ അങ്ങോട്ട് വരുവരും എങ്ങനത്തെ വയറിളക്ക് വരല്ലാതെ കണ്ടെത്തൂല. അതന്നെ സംഭവം. അപ്പൊ വയറിളക്കിന്റെ പരിപാടി അതിന്റെ പരിഹാരമാണ്. അപ്പൊ താക്കോല കൊടുത്തത് ഇയാള് പോകുമ്പോ വഴിയിൽ നിന്ന് ഇയാള് പീടിയ ഒരു മഴ പെയ്ത് പീടിയന്റെ കൊലയമ കയറുന്നപ്പോ നിരപ്പനയാണ്. ആ നിരപ്പനന്റെ അവിടെ ഒരു ഈ ചാവിയിൽ കൊള്ളുമെന്ന് ഇയാൾ നോക്കുമ്പോ കൊള്ളുന്നുണ്ട്, തുറക്കുന്നുണ്ട്. ഇയാൾ തുറന്നു നോക്കുമ്പോ അതിന്റെ മൂരി കള്ളം കൊണ്ട് അതിലാക്കിയതാ. ഈ താക്കോൽ എവിടെ നിർത്തുന്നു പാപ്പ? ഒന്നിക്കലെ നൈമിഷിക താക്കോൽ അതൊരു കറാമത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഓന്റെ കഴിക്കാൻ താക്കോലും അങ്ങനെ വേണമല്ലോ. കള്ളത്തരം പൊളിക്കട്ടെ, അത് മിൽക്കിൽ എടുത്തൊന്നും വരാൻ പറ്റില്ല, അത് ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ കറാമത്തിൽ ഇങ്ങനെ കുറേ ഉണ്ട്. ഒരാൾക്ക് ബുദ്ധിയില്ലായിട്ടില്ല. പാപ്പ തമാശയും പറയും, നല്ല ഭാഷ അറിയുന്നത്. പുത്തൂരിലോടിച്ചാൽ പുത്തി വരും. പുത്തി എന്ന ബുദ്ധി. പുത്തൂരിലോടിച്ചാൽ പുത്തി വരും. നല്ല ഭാഷ കഴിവുള്ളവരാ, നല്ല കവിയാണ് പാപ്പ. ഇവിടുത്തെ ഭാവിയെ സംബന്ധിച്ച് മമ്പുറങ്ങൾ പാപ്പ പാടി അവസാനം ഔക്കോയ പാപ്പാനോട് ഇത് മിഹ്റാബും എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞ കവിത കാണാം. നല്ല കവിയാണ് പാപ്പ. പുത്തൂരിലോടിച്ചാൽ പുത്തി വരും. അതൊരു തമാശ പറഞ്ഞതാ. മഹാന്മാര് തമാശ പറഞ്ഞാലും ഫലം ഉണ്ടാവും. അവരെന്ത് ചെയ്തു? ഇയാളെ കൊണ്ടുപോയിട്ട് പുത്തൂരിലൂടെ ഓടിച്ചു. ആരാരെന്നറിയുമോ? മൗലിദിൽ കാണാം. ചായന്റെ ഒരു കഥയില്ലേ? ചായ നിറഞ്ഞിക്കുന്ന നേരിട്ട് കൃഷിയിൽ ചായ നിറഞ്ഞിപ്പോ പാപ്പ ഒപ്പിച്ചൊരു വാക്കുള്ളത്. ചോയിയെ പിടിച്ചാൽ ചായ പോകും. ചോയി എന്നിട്ട് ഒഫലാണ്ടാ നാട്ടില്. എന്താ സാധനം എനിക്കറിയില്ല. ഓനെ പിടിച്ച് കെട്ടിയിട്ട് ചായ പോയില്ല കഥ. പാപ്പ അങ്ങനൊക്കെ തമാശ പറയും. വലിയ സൂഫിയാണ്, ആബിദാണ്. ഒരുപാട് കുറഞ്ഞു പോയി. അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാട്ടെ. ഇവിടുത്തെ വലിയ കാളിയെ സംബന്ധിച്ച് വലിയൊരു മൗലിദ് ഉസ്താദ് എഴുതിയിട്ടുണ്ട്. ഉസ്താദിന്റെ വലിയ പ്രമാണം കുറെ മൗലിദുകൾ എഴുതിയിട്ടുണ്ട്. കാളിന്റെ പാപ്പ ജുമാക്ക് വരുന്നില്ല എന്നൊരു ഭയങ്കര പ്രശ്നം. ജുമാ നിസ്കരിക്കാത്തവർ അല്ലെങ്കിൽ നിസ്കാരമില്ലാത്തവർ, നോമ്പ് നോക്കാത്തവർ ഔലിയാക്കളിൽ ഉണ്ടാവില്ല. ജുമാ നിസ്കരിക്കണില്ലേ? ഓ കള്ളനാണേക്ക. എതിരില്ലാത്ത ജുമാക്ക് പോകാൻ ഇല്ലാത്ത ഒരാൾക്ക് ജുമാ ഒഴിവാക്കാൻ പറ്റൂല. റസൂലുള്ളാഹി ഹൃദയം കറുത്തു പോകുമെന്ന് പറഞ്ഞ വൻകുറ്റമാണ്. ഒരു വലിയ അങ്ങനെ ഉണ്ടാവില്ല. ബോധമുണ്ടോ? ജുമാക്ക് പോകും. ഇവിടെ ജുമാക്ക് പോകാൻ നമുക്കറിയില്ല. എവിടുക്കാ പോകും നമുക്കറിയില്ല. ഏതെങ്കിലും സ്ഥലത്തെങ്കിലും ജുമാക്ക് പോകാതിരിക്കൂല. ജുമാ വേണ്ടാന്നൊരു കള്ളം പറയുന്നുണ്ടോ? അവൻ മരത്തി കള്ളനാണ്. നിസ്കാരം വേണ്ടാന്ന് പറയുന്നുണ്ടോ? അവൻ കള്ളനാണ്. അവൻ ശരീരത്തുകാരനല്ല, അവൻ മഹാനല്ല. നിസ്കരിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അയാളെ സംബന്ധിച്ച് വേറെ നിൽക്കറിയുമെങ്കിൽ കള്ളത്തരം ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എങ്കിലും നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കിരിയാപ്പറ മാമൂലിയൽ പാപ്പാന്റെ അടുത്ത് ഒരാൾ ചെന്നു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു അക്ബർ പാകിസ്ഥാൻ. അല്ലാഹു അക്ബർ പാകിസ്ഥാൻ. ഇത് പ്രശ്നപ്പോ എന്താ പ്രതി? വഅലൈക്കും അസ്സലാം അല്ലാഹു അക്ബർ പാകിസ്ഥാൻ. ഒന്നും മനസ്സിലായില്ല. ഏതായാലും തിരിച്ചു പോകുന്നു. മുഹമ്മദാജി പാപ്പ അയാൾ എന്ത് പറഞ്ഞില്ലെന്ന് ചോദിച്ചിരുന്നു. അയാൾ അല്ലാഹു അക്ബർ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം അറിയില്ല. അയാൾ അല്ലാഹു അക്ബർ നിൽക്കാനും പാകിസ്ഥാനിലാന്നാ പറയുന്നത്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മളെ മനസ്സിൽ പോണ ആളെ മനസ്സിൽ അയാൾ നിസ്കരിച്ചാത്തതിന് തോന്നിയതാ. അപ്പൊ അതിനാണ് മറുപടി അല്ലാഹു അക്ബർ പാകിസ്ഥാൻ. എന്റെ അല്ലാഹു അക്ബർ പാകിസ്ഥാനിലാണ്. ഔലിയാക്കൾ പല സ്ഥലത്ത് ഇമാമത്തുക്കും അവരവിടെ പോകില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഇന്നോട് എന്റെ നാട്ടിൽ നിന്നാട് ഔദ്യോഗിക ഇവിടെ നിസ്കരിച്ചിട്ടില്ല, മുഹമ്മദ് ഹസൻ ഇവിടെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് ഞാൻ ജാലിയത്തറിയന്മാരെന്താ ചെയ്യുന്നത്? അങ്ങനെയാണല്ലോ ഓരോരുത്തർക്ക്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ ഓണത് കാണുന്നുള്ളൂ. ഔലിയാക്കൾ ഓണത് കാണുമല്ലോ. ഇരിക്കണം കാണും അവിടെ. അപ്പത്തിന് അവിടെ മറ്റോടത്തും കൊണ്ടും ഇങ്ങനെയാണ്.
ഇബ്നു ദഖീഖിൽ ആയുധങ്ങൾ അഹമ്മദ് ബദവി നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കാൻ ചെന്ന് അഹമ്മദ് ബദവിന്റെ അടുത്തേക്ക് ഒരൊറ്റ നീക്കാണ് നീക്കി ആണ്ട് പൊന്തി തടുക്കാൻ കഴിഞ്ഞില്ല. അഹമ്മദ് ദഖീഖിൽ ഇത് വലിയ പണ്ഡിതനാണ്, അതുകൊണ്ടാണ് ഈ നിലക്ക് പരിശോധന നടത്തിയത്, പഠിപ്പിച്ചു കൊടുത്തതാ. അഹമ്മദുൽ ബദവി തങ്ങാണ്ട് പൊന്തി അങ്ങനെ പോണ്, എഞ്ചിനൊന്നുമില്ല, പോകാനുള്ളതൊന്നുമില്ല, പറക്കാൻ അങ്ങനെ പോവന്നെ. ഈ ശക്തിയാണത്. അങ്ങനെ പോവന്നെ. അടച്ചോനെ ബേജാറായി, എന്താണ് എനിക്ക് പറ്റുന്നതെന്ന് അറിയില്ല, പണ്ഡിതനാന്ന് പറഞ്ഞ കാര്യമുണ്ടോ, ബേജാറായി, ഇത് പഠിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ പോയി 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 ഏതോ നാട്ടിൽ പോയി കണ്ടിറങ്ങി. സുബ്ഹാനല്ലാഹ്, മലയാളം അല്ല മൂപ്പര ഭാഷയും മൂപ്പർക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ നിന്ന് മനുഷ്യന്മാരുടെ ഭാഷയൊന്നും അറിയില്ല. ചെന്ന് അപ്പൊ അവിടെ ഒരു പള്ളി കണ്ട്, അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിസ്കാരമൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെ പറഞ്ഞൊപ്പിച്ച് എവിടുക്ക് അപ്പൊ ഖളിർ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഖളിർ അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നേ? അഹമ്മദുൽ ബദവി അല്ല ഇബ്നു ദഖീഖ് ഇത് വലിയ സൂഫിയാണ്, വലിയ ആലിമാണ്. ബഹുമാനപ്പെട്ട റാഫി തങ്ങളുടെ ശറഫുൽ കബീർ രചിച്ചപ്പോൾ ആ കിതാബ് പിടിച്ച് മുഴുവനും മുതാല ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന് സുബഹി മറന്നുപോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ഇന്റെ സുബഹി എന്ന് പറഞ്ഞ് കരഞ്ഞവരാണ്. ഇൽമുൽ അങ്ങനത്തെ മുസ്തവരിക്കായ കാരണത്താൽ വലിയ പണ്ഡിതനാണ്. മഹാനായ ഇബ്നു ദഖീഖ് സൂഫിയാക്കളുടെ ശിഷ്യനാണ്, സൂഫിയാക്കളുടെ നേതാവുമാണ്. മഹാനവരുടെ ആദ്യകാലത്ത് ഇങ്ങനെ ഒരു സംഭവം കാണാം. നൂറുൽ അബ്സാർ പോലുള്ള കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഖളിർ അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നറിയുമോ? 60 കൊല്ലം യാത്ര ചെയ്താൽ എത്താത്ത ദൂരത്താണ് നിങ്ങളുടെ നാടിനെ തൊട്ട് ഈ നാടുള്ളത്. അവിടെ പള്ളിയിലെ ഇമാമ് വരും, അവിടെ പോയി നിങ്ങൾ അയാളോട് പറഞ്ഞാളിയതാണ് നിസ്കരിക്കാൻ. അവിടെ പള്ളിയിൽ അങ്ങനെ കാത്തിരിക്കാൻ ഇമാമിനെ കാത്തി ഇഖാമത്ത് കൊടുത്തപ്പോ ഇമാമ് നിൽക്കാൻ വരുന്നത് അഹമ്മദുൽ ബദവി. അതിനാണ് പറഞ്ഞാൽ നമ്മളെ പള്ളി അങ്ങ് കാട്ടി തരുന്നത്. നിസ്കരിച്ചിട്ട് വരല്ല അവിടുന്ന് ഒറ്റ നീക്കിയത്. تركت صلاتك ولم يعلموا أني أصلي بمكة. ഇതിലാണ് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. കുറച്ചു കാലം നിസ്കാരം വാഹിത്തിൽ കണ്ടില്ല. എന്താണ് കേൾക്കാത്തത്? അവർക്കറിയില്ല. ഞാൻ മക്കയിൽ പോയി നിശ്ചയിക്കുന്നു, അവർക്കറിയില്ല. അതുകൊണ്ട് അവർ പാവങ്ങളാണ്, അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു. തൊഴിലിന്റെ ആളുകൾ അവരതിൽ ഒരാൾ പറഞ്ഞാൽ അവർ സത്യവാന്മാരാണെങ്കിൽ ഈ പറയുന്നവനെ എതിർക്കരുത്. കാരണം അവർ ബാഹ്യം കൊണ്ട് പറഞ്ഞതാണ്, അവരുടെ ദീനീ പ്രചരണമാണ്. ഒരിക്കലും അവരെതിൽ പേടി കെട്ടാൻ പാടില്ല, അവരെതിൽ എഴുതാനോ പ്രസംഗിക്കാനോ പാടില്ല എന്നാണ് അയിമ്മത്ത് പറയുന്നത്. പണ്ഡിതന്മാരവരുടെ കടമ നിർവഹിച്ചോളണം. അത് നിർവഹിക്കുന്നതിനെതിരെ എതിരിൽ സൂഫിയാക്കൾ യഥാർത്ഥത്തിന്റെ ആളാണെങ്കിൽ ഒന്നും പറയരുത്. എന്നെ പറ്റി അറിയാത്തതുകൊണ്ട് പറയാതെ പറയണം. എങ്ങനെ പറ്റൂ? ബഹുമാനപ്പെട്ട തങ്ങൾ പാപ നിസ്കരിക്കുന്നില്ല ആക്ഷേപമായി ഒരു ദിവസം ജുമാക്ക് ചെന്ന് നിർബന്ധം കൊണ്ട് നിസ്കാരം നടക്കുന്നതിനിടയിൽ അതാ മഹാനവറുകൾ അതാ ചെരുവിലേക്ക് കാർക്കിച്ച് പോയിക്കൊണ്ട് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ചെരുവിൽ ചെന്ന് മുഹുറ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് അങ്ങും കസവിസയായി. തങ്ങൾ പാപ്പാനോട് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. മഹാനവരോട് ചോദിച്ചു, എന്തെങ്കിലും നിസ്കാരത്തിൽ പോകുന്നു? പോലെ മഹാനവർ പറയുന്നു, ഇമാമ് നമ്മളെ ഇമാമ് കാളിയാർ ഇമാം ബാളക്കുളം ദേശത്തെ ബാളക്കുളം നാട്ടിലെ പാശദൂതുള്ള പശുവിനോട്, നല്ല പാലുള്ള ഒരു പശുവിനോട് ആശ താൻ ജനിച്ചേ. അഥവാ മൂപ്പര് പറഞ്ഞ വാക്ക് നേരെ പറഞ്ഞ തങ്ങളോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. അഥവാ പശുവിന്റെ ഒപ്പം നടക്കുന്നവരെ തുടർന്ന് നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല. കാലിന് മുട്ടൊന്നുമില്ല. എന്താ സംഭവം? കാലിനോട് വെച്ച് എന്താ പറയുന്നത്? അതെ, ഞാൻ എന്റെ വീട്ടിൽ ഒരു പാലുള്ള പശുവിനെ വേണം, ഒരു ഹലൂബായ പശുവിനെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് വാങ്ങാൻ പറ്റിയ ഒരാൾ ജുമാക്ക് വന്നിരുന്നു. കുത്തുബക്ക് അയാളെ കണ്ടിരുന്നു. അപ്പൊ ജുമാ കഴിഞ്ഞേക്ക് അയാൾ പോകുന്നൊരു ചിന്ത എന്റെ മനസ്സിൽ നിൽക്കാരത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് പശുവിനൊപ്പം പോകുന്ന ആൾക്കാരെ തുടരണ്ട, നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അക്കരുത്താലേനമാതോ ചിക്കവേ മീകത്തെ മായദണ്ഡുത്തേ. ആ കരുത്തായ തുടരുന്നത് നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ആ ഇമാമ നമുക്ക് തമാമാവില്ല. മഹാനവറുകൾ തുടർന്ന് ഇട്ടോട്ട് പോയി. എത്രയോ സംഭവങ്ങൾ കാണാം. ഒരാഴ്ചയിൽ, 2 ആഴ്ചയിൽ, 3 ആഴ്ചയിൽ ഭക്ഷണം കഴിക്കാതെ ഇബാദത്തുമായി തങ്ങൾ പാപ്പ കൂടാറുണ്ട്. മരുഭൂമികളിൽ, കുന്നുകളിൽ, ഗുഹകളിൽ മാസങ്ങൾ ബഹുമാനപ്പെട്ടവർ ജീവിക്കാറുണ്ട്. ഖളിർ അലൈഹിസ്സലാമിന്റെ കൂടെ എത്രയോ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വാനലോകത്തിലും ഭൂമിയിലും നടക്കുന്നതൊക്കെ പറയാറുണ്ട്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് പലതും പറയാറുണ്ട്.
ഒരു ചരിത്രം വന്നിട്ട് ഞാൻ നിർത്തുന്നു. മഹാനവറുകൾ നരികില് ഒരാള് പിന്നെ എന്നിട്ട് വലിയൊരു പ്രശ്നം അയാളെ നാട്ടിൽ, അഥവാ നമ്മൾ തമ്മിൽ കുറച്ച് അകൽച്ചുള്ള ആളുകളാണ്. ഇയാളുടെ മകൻ ഇയാളെ പറമ്പക്ക് ചെന്നു. തെങ്ങ് മുകളിൽ ഒരു തേങ്ങ വീണിട്ട് ഈ കുട്ടിയുടെ തലയിൽ വീണ് കുട്ടിയുടെ വീണ് മരിച്ചു. മറ്റേ ആള് വന്നപ്പോ കുട്ടി മരിച്ചു കിടക്കുന്നുണ്ട്. ഇയാൾ കൊന്നതാണ് ആക്ഷേപമായി. എന്ത് തെളിവ് നിരത്തും, എന്ത് പറയും? സുബ്ഹാനല്ലാഹ്, മമ്പർതങ്ങൾ പാപ്പാനോട് സങ്കടപ്പെട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് കൊന്നതാണ് എന്റെ കുട്ടിനെ, തേങ്ങ അവിടെ കൊടുത്തിട്ട് കണ്ട് കുട്ടിനെ തല അടിച്ചു കൊന്നതാണെന്ന് പറഞ്ഞു. ഉപ്പാപ്പനോട് സങ്കടം പറഞ്ഞു. ഉപ്പാപ്പ പറഞ്ഞു, ഇയാൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പാപ്പ അടക്കം പറഞ്ഞു, ഓൻ അങ്ങനെ കൊന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാൾ കേൾക്കുന്നില്ല. അവസാനം പാപ്പ പറഞ്ഞു, കൊന്നവനെ കൊല്ലുകയല്ലാതെ നിവൃത്തിയില്ല, കൊന്നവനെ കൊന്നുകൊള്ളട്ടെ. ഇതങ്ങ് പറയുമ്പോൾ അതാ ആരാണ് ഈ കുട്ടിയെ കൊന്നത്? ഈ തെങ്ങ് മുകളിലെ തേങ്ങ വീണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മറ്റോ പറയുന്നത് നീയാണ് കൊന്നതെന്നാണ്. ഉപ്പാപ്പ പറയുന്നത് കൊന്നവനെ കൊന്നുകൊള്ളട്ടെ. ഇത് പറയുമ്പോൾ ആ തെങ്ങത രണ്ട് പൊളിയായി വീട് ചത്തുപോകുന്നു. കൊന്നവനെ കൊല്ലുന്നു. സഹോദരന്മാരെ, ഇപ്രകാരം എത്രയോ കറാമത്തുകൾ കാണിച്ചു. ഇബാദത്തുകളായി ഒഴുകി സംസാരിക്കാതെ ആഴ്ചകളോളം ഇബാദത്തുകൾ എടുക്കുമായിരുന്നു. അതാ മലമുകളിൽ ചെന്ന് മാസങ്ങളോളം കൂടുമായിരുന്നു. ഗുഹകളിൽ അഥവാ സിംഹങ്ങളുള്ള ഭാഗങ്ങളിൽ കാടുകളിൽ ചെന്ന് എത്രയോ ആഴ്ചകളും മാസങ്ങളും ഇബാദത്തെടുക്കുമായിരുന്നു. ആബിദായി സൂഫിയായി വലിയ മഖാമിലേക്ക് എത്തിച്ച് വലിയ കുത്തുബായി അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിൽ ഉയർന്നവരായ ശുഹദാഇന്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് ചെറുപടയിൽ വെടികൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹീയമായ ബിരുദെടുക്കാതെ വെടികൊണ്ടുകൊണ്ട് ഷഹീദായി അഥവാ ഉഹ്റവിയായ ഷഹീദായി അവിടുന്ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അല്ലാഹു അവിടുത്തെ മദദ് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അവിടുത്തെ എല്ലാ മദദും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ മദദിന്റെ ബറക്കത്തോട് എന്റെയും നമ്മുടെ ഒക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളിലെ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ മദ്ഹ് പറഞ്ഞു മഹാന്മാരെ സംബന്ധിച്ചും അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചും എന്റെ ദീനിന്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും നിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് റബ്ബായ അഫൂവായ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഇത് വസീലയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ കൂടെ ആഖിറത്തിലും സ്വർഗത്തിലും ഞങ്ങൾ ഒന്നിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ശുദ്ധിയാക്കണേ അല്ലാഹ്. കിബ്ർ, റിയാ, ഹസദ്, ഉജ്ബ് മറ്റു എല്ലാ മോശങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയം ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന്റെ ബറക്കത്ത് കൊണ്ട് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. നിന്റെ ഔലിയാ സ്വാലിഹീങ്ങളുടെ ഔസാഫുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ അംഗങ്ങൾക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമ് ഞങ്ങൾക്ക് നാഫിയാക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഓർമ്മശക്തിയും ബുദ്ധി സാമർഥ്യവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ രോഗികളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ പലരും രോഗികളാണ്. പരിചയക്കാർ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഞങ്ങളുടെ ഉമ്മമാര് പലരും രോഗികളാണ്. ഈ ശിഫ തരണേ അല്ലാഹ്. ഖുതുബുസ്സമാൻ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. ശിഫ തരണേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഗ്യാസ് ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രധാന അംഗങ്ങളെ നീ നശിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, കൈവേദന, കാലുവേദന, മുട്ടുവേദന, ഊരവേദന, നെഞ്ചുവേദന, തലവേദന, ശരീരവേദനകൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മത്തിലായി ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധമുള്ളവർക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാവിനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹവാസിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. പടച്ചവനെ, സ്വാലിഹീങ്ങളായ
സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകണേ അല്ലാ. അവരെ മുഴുവനും നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിന്റെയും ഞങ്ങളുടെ തറവാട് ഞങ്ങളുടെ രക്തത്തിന്റെയും ബന്ധങ്ങളെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഈ രണ്ട് സന്താന പരമ്പരയും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. അവര് മുഴുവനും നിനക്ക് സുജൂദ് ചെയ്യുന്നവരാക്കണേ അല്ലാ. എല്ലാവരെയും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണേ അല്ലാ. കാഫിറോ ഫാസിഖോ മുഹമ്മദിയോ കള്ളുകുടിയനോ തമ്മാടിയോ കള്ളത്തരീക്കത്തുകാരനോ പിടിച്ചവരോ ആക്കല്ല അല്ലാ. ഞങ്ങളെ പരമ്പരയുടെ അമലുകൾ മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിൽ ഞങ്ങളെ ആക്കണേ അല്ലാ. പരമ്പരയെ ആക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ദോഷികളാണ്, മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഏടുകളിൽ എഴുതപ്പെട്ട എല്ലാ തെറ്റുകളെയും നീ മായ്ച്ചു കളയണേ അല്ലാ. തെറ്റുകളുടെ ആധാരങ്ങൾ ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് മായ്ച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം റബ്ബായ നിന്റെ ഭക്തി കൊണ്ട് നിറക്കണേ അല്ലാ. നിന്നോടുള്ള ശുക്ർ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ നിന്റെ മഅരിഫത്ത് കനിയണേ അല്ലാ. നിന്റെ മഹബ്ബത്ത് കനിയണേ അല്ലാ. സുഫിയാക്കളോട് ഞങ്ങളെ ചേർക്കണേ അല്ലാ. സുഫിയായി നൽകിയ മഹബ്ബത്ത് ജവഹവ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ മശായിഖുമായുള്ള ആത്മീയ ബന്ധം നൽകണേ അല്ലാ. തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരും ശിഷ്യന്മാരും ഞങ്ങളൊക്കെ നീ പെടുത്തണേ അല്ലാ. ഈ മധു അതിന് എനിക്കും ഞങ്ങൾക്കും കാരണമാക്കണേ അല്ലാ. പടച്ചവനെ ഈ സ്ഥലത്തിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ വളർത്തണേ അല്ലാ. ഈ സ്ഥലത്തിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ പാപ്പന്റെ ബറക്കത്തുകൊണ്ട് വളർത്തണേ അല്ലാ. ദീനിന്റെ സ്ഥാപനങ്ങൾ വളർത്തണേ അല്ലാ. ഇതിന് ആരൊക്കെ സഹായിച്ചോ അവരെ മുഴുവനും എല്ലാ നിലക്കും സഹായിക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഇറങ്ങിയ എല്ലാവരും ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ച് ലത്തീഫ് ഉസ്താദിന് കൊടുത്ത ദർസിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ഇതിന്റെ കടങ്ങൾ മുഴുവനും വീട്ടിൽ കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികൾ മുഴുവനും പടച്ചവനെ പാപന്റെ ബറക്കത്ത് കൊണ്ട് തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ നാടുകൾ നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ വളർത്തണേ അല്ലാ. നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ ഞങ്ങളെ കൊണ്ട് വളർത്തണേ അല്ലാ. മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും വളർത്തണേ അല്ലാ. അതിനോടി നടക്കുന്ന മനസ്സിലും ഇഖ്ലാസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ ശത്രുക്കളെ എതിരുകൾ പടച്ചവനെ ഞങ്ങൾക്ക് സജാത്ത് നൽകണേ അല്ലാ. ശത്രുവിന്റെ ചെറുന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അവർ സിഹറുകൾ ബാത്തിലാക്കണേ അല്ലാ. കണ്ണ് അയിന് ഹസദ് ബാത്തിലാക്കണേ അല്ലാ. ശത്രു കുഴിക്കുന്ന കുഴിയിൽ അവരെ തന്നെ നീ വീഴ്ത്തണേ അല്ലാ. നാടുകളിൽ സുന്നത്തി ജമാഅത്തിന്റെ പതാക ഞങ്ങളെ കയ്യാൽ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ പരമ്പരയുടെ കയ്യാലും നടത്തണേ അല്ലാ. നീ തളർത്തരുതേ അല്ലാ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. SBSന്റെയും SSFന്റെയും SVSന്റെ പ്രവർത്തകർക്ക് പ്രത്യേകം ബറക്കത്ത് ചെയ്യണേ അല്ലാ. അതിന്റെ സമ്മേളനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ നിലക്കും ഞങ്ങളുടെ നാടുകളിൽ ഈ 3 സംഘടനകളിൽ നീ വളർത്തി തരണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് അതിനെ ഊർജ്ജപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിന്റെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും അതിന് കാരണക്കാരാക്കണേ അല്ലാ. ഞങ്ങളാലിന്റെ ദീന് തകർക്കരുതേ അല്ലാ. ഒരാളെങ്കിലും ഞങ്ങളെ കൊണ്ട് നീ ഹിദായത്താക്കി തരണേ അല്ലാ. ആരെയും ഞങ്ങളാ നീ വലാലത്തിലാക്കരുതേ അല്ലാ. റസൂലുള്ളാഹിനോട് അതിയായ മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ സ്വപ്നത്തിലെങ്കിലും കാണാൻ ഞങ്ങൾക്ക് വിധി തരണേ അല്ലാ. അവിടുത്തെ മേൽ എത്രയോ സ്വലാത്തുകൾ ദിനം പ്രതി ചൊല്ലുന്നവരാക്കണേ അല്ലാ. മദീനയിൽ ഞങ്ങളെ എപ്പോഴും എത്തിക്കണേ അല്ലാ. പലപ്പോഴായി എത്തിക്കണേ അല്ലാ. ഞങ്ങളെങ്കിലും ഞങ്ങൾക്ക് കബൂൽ നൽകണേ അല്ലാ. അവിടുത്തെ മുഖം ദുനിയാവിലും ആഖിറത്തിലും ഉണർച്ചയിലും ഉറക്കത്തിലും കാണാൻ വിധി തരണേ അല്ലാ. അവിടുത്തെ ദീനിന്റെ ഹാദിമീങ്ങളായി ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. അവിടുന്ന് ഞങ്ങളെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാകരുതേ അല്ലാ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ക്യാൻസർ എയ്ഡ്സ് പോലുള്ള രോഗങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ കാക്കണേ അല്ലാ. പടച്ചവനെ കുഴിയിലോ വെള്ളത്തിലോ തീയിലോ തള്ളിയതല്ല അല്ലാ. വല്ലതും ദേഹത്ത് തള്ളിയതല്ല അല്ലാ. ജമാഅത്തുൽ ആദാഇനെ കാക്കണേ അല്ലാ. ക്ഷമയും ഇഖ്ലാസും സജാഅത്തും നൽകണേ അല്ലാ. ജുബ്നും ഹസ്മും നീക്കി തരണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാവിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ തദ്രീസിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ദർസിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ പഠിക്കുന്ന മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ.
പഠിച്ച മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ഉസ്താദുമാരിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് ഓർമ്മശക്തി ബുദ്ധി സാമർഥ്യവും നൽകണേ അല്ലാഹ് മശായിഖിന് കഴിവുള്ള ഫന്നിലൊക്കെ ഞങ്ങൾക്ക് കഴിവ് നൽകണേ അല്ലാഹ് പടച്ചവനെ ഖുർആൻ സുന്നത്ത് അയിമ്മത്തിന്റെ ഇബാദത്തുകളിൽ കഴിവ് നൽകണേ അല്ലാഹ് കിതാബുൽ മുതാല ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഓർമ്മശക്തി നൽകണേ അല്ലാഹ് മുതാല ചെയ്തതിന് മറപ്പിക്കല്ലേ അല്ലാഹ് പഠിച്ചത് മറപ്പിക്കല്ലേ അല്ലാഹ് നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ് ഞങ്ങളാൽ നിന്റെ ദീന് വളർത്തണേ അല്ലാഹ് ഞങ്ങളെ നീ അതിന് തിരഞ്ഞെടുക്കണേ അല്ലാഹ് സയ്യിദന്മാരോട് മഹബ്ബത്ത് നൽകണേ അല്ലാഹ് ആലിമീങ്ങളോട് മഹബ്ബത്ത് നൽകണേ അല്ലാഹ് മുതഅല്ലിമീങ്ങളോട് മഹബ്ബത്ത് നൽകണേ അല്ലാഹ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ് ദർസുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് അലവിയ ദർസിൽ പ്രത്യേകം ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്.